മൂർത്തിത്വേ പരികൽപ്പിതഃ ശശഭൃതോ വർത്മാ പുനർജന്മനാമാത്മേത്യാത്മവിദാം ക്രതുശ്ച യജതാം ഭർത്താമരജ്യോതിഷാം. ലോകാനാം പ്രളയോദയസ്ഥിതി വിഭുശ്ചാനേകധായഃ ശ്രുതൗ വാചന്നഃ സദദാത്വനേകകിരണസ്ത്രൈലോക്യദീപോ രവിഃ. ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്ക് തുടങ്ങാം. ഇന്ന് നമുക്ക് നല്ലൊരു കുടുംബ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എടുത്തതുപോലത്തെ പ്രശ്നമല്ല, അഷ്ടമംഗലമല്ല, അല്ലാതെ എന്നാൽ ഇത്തിരി പ്രാധാന്യമുള്ള ഒരു പ്രശ്നമാണ്. ഒന്ന് വിളിച്ചിട്ട് വന്നതാണ്, ഇത്തിരി കാര്യമായിട്ടുള്ള ഒരു പ്രശ്നം. അഷ്ടമംഗലമല്ല, അല്ലാതെ കബഡി വെച്ചെടുത്ത പ്രശ്നമാണെങ്കിലും കുറച്ച് പ്രാധാന്യമുണ്ട്. അതൊന്ന് എഴുതിക്കൊള്ളാം. ആദ്യം അതിൻ്റെ പ്രശ്ന ദിവസത്തെ ആരൂടെ എഴുതുന്നു. ആളിൻ്റെ പേര് സന്തോഷ് കുമാർ, പൂരം നക്ഷത്രം. സന്തോഷ് കുമാർ, പൂരം നക്ഷത്രം. ഇനി ഗ്രഹനിലയിട്ടൊന്നും. ഞായറാഴ്ച, കാർത്തിക നക്ഷത്രം, സപ്തമി, ശുക്ലപക്ഷം. സപ്തമി എന്നിട്ട് ബ്രാക്കറ്റ് ഷൂ എന്നിട്ടാൽ മതി. ശുക്ലപക്ഷം എന്നൊന്നും എഴുതണ്ട, ഷൂ. ഇനി ഗ്രഹനില വരച്ചോളണം. മേടത്തിലെ ശുക്രൻ 1-3-2020. 1-3-2020 2:45 PM. 1-3-2020 2:45 PM. മേടത്തിലെ ശുക്രൻ, ഇടവത്തിലെ ചന്ദ്രൻ, മിഥുനത്തിലെ ലഗ്നവും രാഹുവും. കർക്കടകത്തിലെ മാന്നി. പിന്നെ നേരെ ധനുവിൽ വരണം, മുക്കില്, ധനുവില്. ശിഖി, കുജൻ, ഗുരു. ശിഖി, കുജൻ, ഗുരു. മകരത്തിലെ ശനിയും ആരൂഢവും. കുംഭത്തിലെ രവിയും ബുധനും. ഒന്നുകൂടെ. മേടത്തിലെ ശുക്രൻ, ഇടവത്തിലെ ചന്ദ്രൻ, മിഥുനത്തിലെ ലഗ്നവും സർപ്പനും, കർക്കടകത്തിലെ മാന്നി, ധനുവിലെ കേതു, ചൊവ്വ, ഗുരു. മകരത്തിലെ ശനി ആരൂഢം, കുംഭത്തിലെ രവി, ബുധൻ. പിന്നെ നവാംശകത്തിനെ പുറത്തിട്ടുള്ളു. നവാംശകം തരുന്നത്, നവാംശകം എവിടെ അംശിച്ചിട്ടുണ്ട്, നവാംശകാധിപനാര്, വർഗോത്തമമുണ്ടോ, മൗഢ്യമുണ്ടോ, ഇതൊക്കെ അറിയാനാണ് നവാംശകം തരുന്നത്. മേടത്തിലെ ലഗ്നവും ശുക്രനും. കർക്കടകത്തിലെ കേതു. ചിങ്ങത്തില് ചൊവ്വ. വൃശ്ചികത്തില് വ്യാഴം. ധനുവില് ബുധൻ. മകരത്തിലെ ചന്ദ്രനും രാഹുവും. കുംഭത്തിലെ ശനിയും മാങ്ങിയും. മീനത്തിലെ രവി. ഇനി അടുത്ത് ഇത്തിരി അങ്ങനെ നിൽക്കട്ടെ. പൃശ്ച എന്ന് പറയുന്നത് എന്തെന്ന് ചോദിച്ചാൽ, നമ്മളെ വിളിച്ച സമയമാണ്. എന്നെ വളരെ പ്രാധാന്യമുള്ള ഒരു വിളിക്കുമ്പോൾ തന്നെ നമുക്കൊരു പ്രശ്നം വയ്ക്കണം എന്നൊക്കെ പറഞ്ഞാണ് വിളിക്കുന്നത്. അപ്പോൾ ആ വിളിക്കുന്ന സമയം വെച്ചിട്ട് വിളിക്കുന്നതിൻ്റെ പ്രാധാന്യം നമ്മൾ ആ വിളിക്കുന്നതിൽ നിന്ന് നോക്കിയെടുത്തോളൂ. അപ്പോൾ കുറിച്ച് ആ ടൈമിനെ കുറിച്ചിട്ട് കഴിഞ്ഞാൽ
നമുക്ക് എന്ത് ചെയ്യാം? മൊബൈൽ ഉപയോഗിച്ച് ഗ്രഹനില എടുക്കാനേ ഉള്ളൂ. വിളിച്ചത് 14/1/2020. 14/1/2020. 7:20 PM. 7:20 PM. പൂരം നക്ഷത്രം, ചൊവ്വാഴ്ച, കൃഷ്ണപക്ഷ പഞ്ചമി. 14/1/20, 7:20 PM. പൂരം, ചൊവ്വ, പഞ്ചമി, കൃ. ഇനി ഗ്രഹനിലയിട്ടുള്ളൂ. മിഥുനത്തിലെ രാഹു, കർക്കടകത്തിലെ മാന്നിയും ലഗ്നവും. ചിങ്ങത്തിലെ ചന്ദ്രൻ. തുലാം ആരൂഢം. ആരൂഢമില്ലല്ലോ. ആരൂഢമില്ല. വൃശ്ചികത്തിലെ ചൊവ്വ. ധനുവിലെ രവി, ഗുരു, ശനി, കേതു. ധനുവിലെ രവി, ഗുരു, ശനി, കേതു. മകരത്തിലെ ബുധൻ, കുംഭത്തിലെ ശുക്രൻ. ഇനി നവാംശകം പുറത്തിട്ടുള്ളൂ. ചിങ്ങത്തിലെ കേതുവും ഗുരുവും. തുലാത്തിലെ ചന്ദ്രനും മാന്നിയും. വൃശ്ചികത്തിലെ ലഗ്നവും ചൊവ്വയും. ധനു, രവി, ശനി, ശുക്രൻ. മകരത്തിലെ ബുധൻ, കുംഭത്തിലെ രാഹു. ധനുവിൽ എന്തൊക്കെയാണ് സാർ? ധനുവിൽ രവി, ഗുരു, ശനി, കേതു. അത് ഗ്രഹനിലയാണ്. രവി, ഗുരു, ശനി, കേതു. നവാംശകം രവി, ശനി, ശുക്രൻ നവാംശകം. അപ്പോൾ ചോദ്യം അസുഖ പ്രശ്നമാണ്. രോഗത്തിനുള്ള കാരണം എന്താണ്? രോഗമാണ്. രോഗം എന്ന് പറഞ്ഞാൽ അയാൾക്ക് എന്തൊക്കെ രോഗമെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. രോഗത്തിനുള്ള കാരണം അറിയണം. അതാണ് ചോദ്യം. കടുത്ത രോഗമാണ്, ഈ പറയുന്ന വ്യക്തിക്ക് തന്നെ രോഗത്തിനുള്ള കാരണം കണ്ടുപിടിക്കണം. അവര് മരുന്നൊക്കെ കൊടുത്തു നോക്കി. ആശുപത്രി മരുന്നും ആയുർവേദമൊക്കെ കഴിച്ചൊക്കെ നോക്കി. അതിലൊന്നും അവർക്ക് സുഖപ്പെടുന്നില്ല. അത് അങ്ങനെയുള്ള ഒരു അസുഖമല്ല. ആശുപത്രിയെ തീർക്കേണ്ട അസുഖമല്ല. അങ്ങനത്തെ ഒരു പ്രത്യേക ടൈപ്പിലുള്ള ഒരു അസുഖമാണ്. അതൊക്കെ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ഈ 2 ഗ്രഹനിലയും ഒരുമിച്ചെടുത്ത്, അതാണ് അപ്പുറം ഇപ്പുറമായിട്ട് എഴുതണം. ഒരുമിച്ചെഴുതി. 2 പേജിലായിട്ട് എഴുതരുത്. എഴുതിയാൽ നമുക്ക് റെഫർ ചെയ്യാൻ പാടാണ്. ഒരു പേജിലിരിക്കണം. ഇരുന്നിട്ട് നമ്മൾ കണ്ടുപിടിക്കണം. 2 ഗ്രഹനിലയും നോക്കണം. ഒന്ന്, വിളിച്ച സമയത്തിനും പ്രാധാന്യമുണ്ട്. നമ്മൾ കബഡി കൊണ്ടെടുത്ത ആരൂഢമാണ് ആദ്യം എഴുതുക. മകര ആരൂഢം, ലഗ്നം വന്നിട്ട് മിഥുന ലഗ്നം. വിളിച്ച സമയം കർക്കടക ലഗ്നം. വിളിച്ച സമയത്തിന് ഒരു പ്രത്യേകതയുണ്ട്, ഒന്ന് നോക്കണം. വിളിച്ച സമയത്തിന് ഒരു പ്രത്യേകത. ലഗ്നത്തിൽ നിൽക്കുന്ന ആരെന്ന് നോക്കണം. രാഹു. ലഗ്നത്തിൽ ഗുളികനുണ്ട്. ലഗ്നത്തിൽ ഗുളിക എന്താണ് അർത്ഥം? എന്ത് മനസ്സിലാക്കാൻ? ലഗ്നത്തിൽ ഗുളികൻ വന്നാൽ എന്ത് മനസ്സിലാക്കാൻ? ഗുളികോദയ സമയത്താണ് പ്രശ്നം നടന്നതെന്ന് അർത്ഥം. ഗുളികോദയ സമയം.
ഗുളികോദയ സമയത്താണ് പ്രശ്നം നടന്നു എന്ന് മനസ്സിലാക്കാം. ഗുളികൻ ഉദിച്ചത് കർക്കടകത്തില്. ആ സപ്പോൾ കർക്കടക ലഗ്നം വരുമ്പോൾ, കർക്കടകത്തിൽ ഗുളിക ഉദിച്ചിട്ട് ആ ലഗ്നം വരുമ്പോൾ ഗുളികോദയ രാശിയിലാണ്. അപ്പോൾ ഒരു പ്രേതബന്ധം ശക്തമായിട്ടുണ്ട് എന്നുള്ളതിന്റെ ഒരു തെളിവാണ്. അത് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാക്കാം. പ്രേതബന്ധം ശക്തമായി ഉണ്ട്. വൃശ്ചയിൽ ലഗ്നത്തിൽ മാന്നി നിൽക്കുന്നത് ഗുളികോദയ സമയമാകുന്നു. എഴുതണം. ഗുളികോദയ സമയത്തെ സൂചിപ്പിക്കുന്നു. പ്രേതബന്ധം വ്യക്തമാണ്. പ്രേതബന്ധം വ്യക്തമാണ്. അതാണ് അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അത് നമ്മളിപ്പം ലഗ്നത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ പണ്ടൊക്കെ മുഹൂർത്തത്തിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഗുളികോദയ രാശി എടുക്കരുത് എന്ന് പഠിച്ചിട്ടുണ്ട്. ഗുളികോദയ രാശി നല്ലതല്ല എന്ന് പറയുന്നത്. ഗുളികോദയം നല്ലതല്ല. ഗുളികോദയ സമയത്ത് വന്നതുകൊണ്ടാണ്. ഗുളികോദയത്തിന് മുൻപാണോ ശേഷമാണോ, ഗുളികൻ ഉദിച്ചതിന് ശേഷമാണോ, ഉദിച്ചതിന് മുൻപാണോ, തൊട്ട് മുൻപാണോ തൊട്ട് ശേഷമാണോ എന്ന് പറഞ്ഞാൽ ഗ്രഹനിലയിൽ മനസ്സിലാക്കാൻ പറ്റുമോ? ആർക്കെങ്കിലും മനസ്സിലാക്കാൻ പറ്റുമോ എന്ന് പറയുന്നു. ഗുളികൻ ഉദിച്ചതിന് ശേഷമോ ഉദിക്കുന്നതിന് തൊട്ട് മുൻപോ തൊട്ട് ശേഷമോ? ചൊവ്വാഴ്ചയാണ് സാർ. ചൊവ്വാഴ്ച ഗുളികോദയം. ഉദിക്കുന്നതിന് മുമ്പ്, ഉദിക്കുന്നതിന് മുൻപ്, ലഗ്നത്തിന് മുമ്പ്. ഉദിക്കുന്നതിന് മുൻപ്. ശരി തന്നെ. ലഗ്നത്തിലെ മാന്നി കിടക്കുന്നത്. ലഗ്നം ചരരാശി തന്നെ. അതെ, ചരരാശിക്ക് അംശകം എവിടെ നിന്ന് തുടങ്ങും? ചരരാശി അവിടെ തന്നെ തുടങ്ങും. അപ്പൊ മാന്നി എത്രാമത്തെ ഭാവാന്തരത്തിൽ? മാന്നി 4, ലഗ്നം 5. ലഗ്നം 5. അപ്പോൾ മാന്നി ഉദിച്ച് കഴിഞ്ഞിട്ടാണ് ലഗ്നം. മാന്നി ഉദിച്ച് കഴിഞ്ഞു. ഉദിച്ചതിന് ശേഷമായാൽ വലിയ ദോഷമില്ല എന്ന് പറയും. എന്നാലും പ്രേതബന്ധമുണ്ട്. പ്രേതത്തിന്റെ ബന്ധം ആ വ്യക്തിയിൽ ഉണ്ടെന്നുള്ളതാണ് വിളിച്ചത്. അതുകൊണ്ട് നമ്മൾ ഒന്നും മറികടക്കാൻ പാടില്ല. ഇതിനെ പറഞ്ഞിട്ട് പോകണ്ട. പ്രേതബന്ധം ഉണ്ട് എന്ന് പ്രാഥമികമായി തന്നെ മനസ്സിലാക്കാം. ഇനി അസുഖത്തിന് വേറെ ഒരു പ്രത്യേകതയുണ്ട്. വാരാൻ മകായുർ പവേത്. കേട്ടിട്ടുണ്ടോ? വാരാൻ മകായുർ പവേത്. വാരത്തിനെ കൊണ്ട് ആയുസ്സിനെ ചിന്തിക്കാം. രോഗപ്രശ്നത്തില് വാരത്തിനെ പിടിച്ചോളണം. വാരം ഏതാണ്? ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹം എവിടെ നിൽക്കണം നോക്കണം. ക്ഷേത്രവും വർഗോത്തമവുമാണ്. അതാണ് ഈ നവാംശം കൂടി തരുന്ന എന്റെ ഉദ്ദേശം. വർഗോത്തമവുമാണ്, സ്വക്ഷേത്രവുമാണ്. അപ്പോൾ നല്ല ബലമുണ്ട്. വാരാൻ മകായുർഭവത, അതായത് പൃശ്ച ദിവസത്തെ വാരാധിപന് ബലമുണ്ടെങ്കിൽ അസുഖം മാറിക്കിട്ടും എന്നാണ് അതിന്റെ അർത്ഥം. അസുഖത്തിന് മാറ്റമില്ല. അതേസമയം അതിന് ബലമില്ല എന്നുണ്ടെങ്കിൽ മാറാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറയും. ഇതൊരു കീ പോയിന്റ് ആണ്, ഓർമ്മിച്ച് വെച്ചേക്കുന്നത്. അത് പാവനോ ശുഭനോ എന്നുള്ള ചോദ്യമില്ല. പാവനാണെങ്കിൽ കുറെ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും എന്നുള്ളതേ ഉള്ളൂ. ശുഭനാണെങ്കിൽ കുറച്ച് എളുപ്പമായിരിക്കും. പാവനാണെങ്കിൽ കുറെ ബുദ്ധിമുട്ട്. ഇവിടെ പ്രശ്ന ദിവസത്തെ അല്ലെങ്കിൽ പൃശ്ച ദിവസത്തെ വാരാധിപൻ ചൊവ്വ സ്വക്ഷേത്ര ബലവാനും വർഗോത്തമവുമാണ്. വാരാധിപന് ബലം ഉള്ളത് കൊണ്ട് അസുഖം മാറിക്കിട്ടാനിടയുണ്ട് എന്ന് എഴുതിക്കൊള്ളണം. പൃശ്ച ദിവസത്തെ വാരം ചൊവ്വ. വാരാധിപൻ സ്വക്ഷേത്രവും വർഗോത്തമവുമാണ്. വാരാധിപൻ സ്വക്ഷേത്രവും വർഗോത്തമവുമാണ്. സ്വക്ഷേത്രവും വർഗോത്തമവുമാണ്. വാരാധിപന് ബലമുള്ളത് കൊണ്ട് അസുഖം മാറിക്കിട്ടും. ഇത് പ്രാഥമികമായിട്ട് പറയുന്നതാണ്, ഒറ്റ നോട്ടത്തിൽ പറയുന്നത്. വാരാധിപന് വാരാൻ മകായുർ പവേത് എന്ന് ബ്രാക്കറ്റിൽ എഴുതിക്കൊള്ളണം. വാരാൻ മകായുർ പവേത്. വാരാധിപന് ബലമുള്ളത് കൊണ്ട് അസുഖം മാറിക്കിട്ടാനിടയുണ്ട്. വാരാൻ മഹാ
മഹാ ആയുർ പവേത്. വാരാൻ മഹാ ആയുർ ആയുസ് പവേത്. വാരത്തിനെ കൊണ്ട് ആയുസിനെ ചിന്തിക്കാം എന്നുള്ളതാണ് വരുന്നത്. ദേവപ്രശ്നമാണെങ്കിൽ ദേവന്റെ ചൈതന്യത്തിനെ സൂചിപ്പിക്കും. ദേവന് ആയുസിനെ പറയാൻ പറ്റില്ലല്ലോ, ചൈതന്യം ഉണ്ടെന്നുള്ളത് പറയാം. അതൊരു കീ പോയിന്റ് ആണ്. അന്നത്തെ വാരം നമ്മൾ പറയും ചൊവ്വാഴ്ചയാണ്, വെറും മോശം. ചൊവ്വാഴ്ചയായിട്ട് കയറി വന്നു, ഒരു കുഴപ്പവുമില്ല. അസുഖം പരിഹാരവും പറഞ്ഞു കൊടുത്ത അസുഖം പൂർണ്ണമായിട്ടും മാറിയും കിട്ടി, പൂർണ്ണമായിട്ടും മാറി. അതുകൊണ്ടാണ് ഈ പ്രശ്നത്തിന് എടുത്തിട്ടത്. പൂർണ്ണമായിട്ടും മാറി, ഒരു കുഴപ്പമില്ലായിരുന്നു. അതൊക്കെ വളരെ നമ്മൾ പറയുന്നതൊക്കെ പ്രമാണങ്ങളെല്ലാം വളരെ കൃത്യമാണ്. നോക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ആ ഒരു കാര്യം നമുക്ക് കിട്ടി, പ്രേതബന്ധം ഉണ്ടെന്ന് കിട്ടി. പിന്നെ എങ്ങനെയുള്ള പ്രേതമായിരിക്കാം അത്? ഇങ്ങനെ നോക്കണം. ജലരാശിയിലാണ് നിൽക്കുന്നത്, സ്ത്രീ രാശിയിലാണ് നിൽക്കുന്നത്. ജലരാശിയിലാണ്, സ്ത്രീ രാശിയിലാണ്. അപ്പോഴെങ്ങനെ ഇരിക്കാം? ജലമൃതി പറഞ്ഞുണ്ട്. ജലത്തിൽ വീണ് മരിച്ച സ്ത്രീ ഉണ്ട്, ഒരു സ്ത്രീയുടെ പ്രേതമുണ്ട്. അങ്ങനെ ഉണ്ടായിരുന്നു. അത് പഴയ കാലത്തുള്ളതാണ്, ഇപ്പോഴൊന്നും ഉള്ളതല്ല, കുറച്ച് നേരത്തെ ഉള്ളതാണ്. വീട്ടിൽ ജോലിക്ക് തോന്നുന്നിടത്തൊക്കെ കയ്യബദ്ധങ്ങൾ പറ്റിയതായിരിക്കും. അങ്ങനെ അവർ പറയുന്നത് എടുത്തു വെച്ച് ചാടിയതാണ് ഊറ്റുകുഴിയിൽ. ഊറ്റുകുഴി എന്ന് പറയുന്നത് പണ്ടൊക്കെ ഈ വീട്ടില് കിണറിന് പകരം കുളിക്കാൻ ഊറ്റുകുഴി പറ്റി. ഊറ്റുകുഴി എന്ന് പറയുന്നത് വെള്ളം ഒഴുകിയൊക്കെ പോകുന്ന ഒരു ഊറ്റുകുഴി എന്ന് പറയും നമ്മളെ ഈ നാട്ടിൻപുറത്ത്, നമ്മളെ ഭാഷയിൽ. വെള്ളം കിണറല്ല, വെള്ളം മറിഞ്ഞ് കവിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ജലാശയം. കുളവുമല്ല, കിണർ പോലെ വെട്ടും, പക്ഷെ വെള്ളം പുറത്ത് കളഞ്ഞുകൊണ്ടിരിക്കുന്ന, ആഴമില്ലാതെ മണ്ണൊക്കെ പതിച്ചു വയ്ക്കുന്ന ഒരു ജലാശയം ഊറ്റുകുഴി എന്ന് പറയും. അങ്ങനെ ഊറ്റുകുഴിയിൽ വീണ് മരിച്ചതാണ്. അങ്ങനെ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അതാണ് അവിടെ നിൽക്കുന്നത്. അത് ചന്ദ്രന്റെ രാശിയിലാണ് നിൽക്കുന്നത്, ജലരാശിയിൽ നിൽക്കുന്നത്. അപ്പോൾ ജലമൃതിയാണ്, സ്ത്രീ രാശിയാണ്, സ്ത്രീ പ്രേതമാണ്. അങ്ങനെ ഒന്ന് കേസുണ്ടായിരുന്നു. അവർ പറയുന്നു ആത്മഹത്യ ചെയ്തതാണ്, ഇത്തിരി പ്രായം ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നു. അത് നമുക്ക് എന്തായിക്കൊണ്ട് പോട്ടെ, അത് നമ്മൾ അറിയേണ്ട ആവശ്യമില്ല. അതിന് നമുക്ക് മുക്തി കൊടുത്ത് വിട്ടേക്കണം. അത് അവിടെ നമ്മൾ കിണ്ടി കിളയ്ക്കാനൊന്നും പോകണ്ട, അത് അവർക്കറിയാമല്ലോ. ഇനി അടുത്ത് വേറെ എന്ത്? പരദേവതാ കോപമുണ്ടോ? ഉണ്ടെങ്കിൽ ആര്? പരദേവതയെ എന്തുകൊണ്ട് ചിന്തിക്കും? നാലാം ഭാവം സർ, നാലാം ഭാവാധിപൻ. ആദ്യം നോക്കേണ്ടത് ഈശ്വരാനുഗ്രഹം ഉണ്ടോ എന്ന് നോക്കണം. അതാണ് ആദ്യം വരേണ്ടത്. നമ്മൾ ആ സ്റ്റെപ്പ് കറക്റ്റ് ആക്കണം. ആദ്യം പഞ്ചാംഗത്തിലേക്ക് കടന്നു വന്നു. വ്യാഴം 6-ലാണ് സർ, വ്യാഴം 6-ലാണ്. വ്യാഴം 6 മാത്രമല്ല, കടുത്ത പാപബന്ധത്തോടുകൂടി 6 പോയി. ഈശ്വരാനുഗ്രഹമില്ല. പ്രത്യേകിച്ചും വ്യാഴം ധർമാധിപതി കൂടിയാണ്, ധർമാധിപതിയും കൂടിയായ വ്യാഴമാണ് 6 പോയത്. ധർമാധിപതിയാണ്. പിന്നെ അതിന് 3 പാപന്മാരുടെ ബന്ധം, 3 പാപന്മാരുടെ ബന്ധമാണ് കിടക്കുന്നത്. സൂര്യൻ, ശനി, കേതു. രാഹുകേതുക്കളുടെ ബന്ധം മാത്രം മതി ദോഷം ഭവിക്കാൻ. അങ്ങനെ വരുമ്പോൾ ഈശ്വരാനുഗ്രഹം ഇല്ല. ഈശ്വരാനുഗ്രഹം ഒട്ടും ഇല്ലാത്ത ഒരവസ്ഥയാണ്. എന്റെ കാര്യം അവിടെ തന്നെ നിൽക്കണം, അവിടെ തന്നെ നിന്നുകൊണ്ട് നോക്കണം. ഈ ബാധകാധിപൻ ആരാണ്? ശുക്രനല്ലേ? ശുക്രൻ സർ, ശുക്രനാണ്. ശുക്രൻ നാലാം ഭാവം. നാലാം ഭാവം അഷ്ടമത്തിലാണ് നിൽക്കുന്നത്. അനിഷ്ടസ്ഥിതി, ബാധകാധിപന് അനിഷ്ടസ്ഥിതി വന്നതുകൊണ്ട് ശ്രദ്ധിക്കണം പ്രത്യേകിച്ച്. അല്ലാതെ ബാധകാധിപൻ എന്ന് പറഞ്ഞുകൊണ്ട് വലിയ നമ്മളത് ബലവാനായിട്ടൊക്കെ നിന്ന് കഴിഞ്ഞാൽ വലിയ ദോഷമൊന്നും ചെയ്യൂല. നമ്മൾ കിടന്ന് പിടിച്ച് അതിനൊക്കെ ഇട്ട് പിന്നെ നമ്മൾ ഉപദ്രവിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ അനിഷ്ടസ്ഥിതിയിലാണ് നിൽക്കുന്നത്, അഷ്ടമത്തിലാണ് നിൽക്കുന്നത്. അവിടെ ശനിയുടെ ദൃഷ്ടിയുണ്ട്, ചൊവ്വയുടെ ദൃഷ്ടിയുണ്ട്. നോക്കണം. ബാധകാധിപനായ ശുക്രൻ അഷ്ടമത്തിൽ പോയി ശനി ദൃഷ്ടി വാങ്ങിയിട്ടുണ്ട്, ചൊവ്വ ദൃഷ്ടി വാങ്ങിയിട്ടുണ്ട്. അപ്പോഴും നല്ലതേ അല്ല.
ബാധക 4ഉം 11ഉമാണ് ബാധയത്. 4ഉം 11ഉം കൊണ്ട് എന്ത് ചിന്തിക്കാം? സുഹൃതക്ഷയം പറയാം. കറക്റ്റ്. സുഹൃതക്ഷയം സുഹൃതക്ഷയം പറയാം. 11ൽ ആരെ ദൃഷ്ടിയും കൂടി ഉണ്ട്? കുജന്റെ ദൃഷ്ടി. ഹലോ, കേൾക്കാം സാർ. ഒരു കാളിടയ്ക്ക് വന്നു പോയതാണ്. സാറേ, ഞാനൊരു അമ്പലത്തിൽ പോയി വന്നപ്പോ ഒരു കേസുണ്ടായി. ആ അമ്പലത്തിലെ ഒരു സ്ത്രീയും 2 കുഞ്ഞു കുട്ടികളെയും കൊണ്ട് ആത്മഹത്യ ചെയ്യാൻ വന്നു പാലത്തിൽ നിന്ന് ചാടാൻ. പിന്നെ അതുങ്ങളെയൊക്കെ രക്ഷിച്ചു, നാട്ടുകാരിടപെട്ട് വിളിച്ചു. അതാ വൈകിയത്. ഒരു ഭഗവതി സേവയ്ക്ക് കൊടുത്താ മണപ്പുറത്ത്. ആ സമയത്താണ് ഒരു സ്ത്രീ വന്ന് 5 മണിക്ക് ഇരിക്കണവരവിടെ. ഒരു 7-7:30 ഇവര് പോകുന്നില്ല. പിന്നെ അവര് വിളിച്ച് അന്വേഷിച്ച് നോക്കി കഴിഞ്ഞപ്പോഴാണ് ഇവര് ആ പാലത്തിൽ നിന്ന് ചാടാൻ വന്നേക്കണത്. ആ പാലത്തിൽ നിന്ന് എപ്പോഴും ചാടി മരിക്കലുണ്ട്. പിന്നെ ആൾക്കാരെ, വീട്ടുകാരെയൊക്കെ വിളിച്ചു വരുത്തി സോൾവ് ആയപ്പോഴത് ഇപ്പോഴായി എത്തിയപ്പോ വീട്ടിലേക്ക്. ദുർനിമിത്തം മാറിക്കിട്ടി. നല്ല കാര്യം. അത് തന്നെ. കഷ്ടപ്പെട്ടു. നല്ലൊരു കുടുംബമാണ്. വൈഫ് പെൺകുട്ടി 33 വയസ്സുള്ള പെൺകുട്ടി, കുഞ്ഞു 2 പിള്ളേര്, 5 വയസ്സും 7 വയസ്സുള്ള പിള്ളേരെ കൊണ്ടും ചാടാൻ. അവിടെ എപ്പോഴും ചാടണ ഒരു പാലം ഉണ്ട്, ആലുവാവണപ്പുറം. ആ പാലത്തിൽ നിന്ന് ചാടാൻ വേണ്ടി വന്നതാ. പിന്നെ വിളിച്ചൊക്കെ കൊടുത്തു, ഒരു പുണ്യപ്രവൃത്തി ചെയ്തു. നല്ല സന്തോഷം. ശരി, ഓക്കെ. ശരി. അപ്പോഴ് ഇവിടെ 11ന് ബാധാബന്ധം വന്നാൽ ഇപ്പൊ ഈ പറഞ്ഞത് വളരെ കൃത്യമാണ്. സുഹൃതക്ഷയം എന്ന് ഉദ്ദേശിക്കുന്നത് കാലാകാലങ്ങളിൽ നമ്മുടെ മുൻഗാമികളോ ചെയ്തു പോയ പാപപ്രവൃത്തികൾ അനുഭവിക്കേണ്ടി വരുന്നതാണ്. നമ്മുടെ മുൻഗാമികൾ, നമ്മുടെ പൂർവ്വ കുടുംബത്തിലുള്ള ആൾക്കാർ ചെയ്തു പോയ ദോഷഫലങ്ങൾ അനുഭവിക്കേണ്ട സമയം. അതാണ് സുഹൃതക്ഷയം. സുഹൃതം ക്ഷയിക്കുക. അതിന് ചെയ്യേണ്ട ഗായത്രി ഉരുവിടുന്നതാണ് ഏറ്റവും നല്ലത്. ഗായത്രി സുഹൃത ഹോമം ചെയ്യണം. ഒരു 1008 ഗായത്രി എങ്കിലും ജപിക്കണമെന്നാണ്. അത് പൂജ ചെയ്യുമ്പോൾ, പരിഹാരം ചെയ്യുമ്പോൾ 1008 ഗായത്രി, സുഹൃത ഹോമം ചെയ്യുമ്പോൾ 1008 ഗായത്രി ജപിക്കണമെന്നാണ്. കുറഞ്ഞത് 1008, 4008 എന്നൊക്കെ പറയും. 8000, 4000, 1000 ഇങ്ങനെ ഒരു കണക്കുകളുണ്ട്. മിനിമം 1008 ജപിക്കണം. അപ്പോൾ ഇവിടെ 4ഉം 11ഉം ബാധയാകുമ്പോൾ 4ഉം 11ഉം കൊണ്ട് വീടിനെ ചിന്തിക്കാം. വീട് ചിന്തിക്കാം. 11 കൊണ്ട് സുഹൃതക്ഷയം ചിന്തിക്കാം. അത് 4-ല്, ആ 11-ല് ചൊവ്വയുടെ ദൃഷ്ടിയും കിടക്കുന്നു. ഈ 11ാം ഭാവപതിയും 4ാം ഭാവപതിയും ബാധയായി അവിടെ ശനിയുടെയും ചൊവ്വയുടെയും ദൃഷ്ടി കിടക്കുന്നു. അപ്പോൾ കടുത്ത ദോഷമാണ് ഇതിനകത്ത്. അപ്പോൾ ഈ 4ാം ഭാവം കൊണ്ട് പരദേവത ശുക്രനെ കൊണ്ട് പരദേവതയെ പറയുമ്പോൾ ഏത് ദേവതയെ പറയാം? ശുക്രൻ ഒരു ശനിയുടെ രാശിയിലാണ് നിൽക്കുന്നത്. യക്ഷി 8ാം ഭാവം. യക്ഷി തന്നെയാണ് അവിടുത്തെ പരദേവത. അത് അവര് സമ്മതിച്ചു. ഒരു തെറ്റുമില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ പൃച്ഛ സമയത്തിന് കൂടി എടുക്കുന്നതിന്റെ കാര്യമാണ് നമുക്ക് വളരെ ഉപയോഗം വരികയാണ്. അതൊന്നും എഴുതണം. 4ഉം 11ഉം ഭാവപതിയായ ശുക്രൻ ബാധയായി അഷ്ടമത്തിൽ. 4ഉം 11ഉം ഭാവപതിയായ ശുക്രൻ ബാധയായി അഷ്ടമത്തിൽ. ശുക്രന് ശനി ചൊവ്വ ദൃഷ്ടി. ശുക്രന് ശനി ചൊവ്വ ദൃഷ്ടി. 11-ൽ ചൊവ്വ ദൃഷ്ടി. ഷോർട്ട് എഴുതിക്കൊണ്ടാൽ മതി. 11-ൽ ചൊവ്വ ദൃഷ്ടി. പരദേവതാ കോപവും സുഹൃതക്ഷയവും പറയാം. സുഹൃതക്ഷയം എന്ന് പറയുമ്പോൾ അവരെന്താണെന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ പറയുകയാണ്, അത് പറഞ്ഞ് മനസ്സിലാക്കണം. നമ്മുടെ മുൻഗാമികളും കാര്യങ്ങളൊക്കെ ചെയ്തു പോയ, അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ ദുഷ്കർമ്മങ്ങളും ഇവിടെയൊക്കെ ഒരു സഞ്ചിതമായിട്ട് വരികയാണ്. വന്ന്
അതിന്റെ ഫലം അനുഭവിക്കേണ്ട ഒരു സമയമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇവിടെ ചൊവ്വയാണ് ശാപത്തിന്റെ കാരകത്വമൊക്കെ ചൊവ്വയ്ക്കാണ്. ചൊവ്വയുടെ ദൃഷ്ടി കടുത്ത ദോഷമാണ്. നമ്മുടെ ആ രാശി ബാധയായാൽ തന്നെ പറയാവുന്നതാണ്. ആ ബാധകാധിപന് അനിഷ്ടസ്ഥിതിയും വന്ന് അങ്ങനെയും വന്നിട്ടുണ്ട്. ഇനി വേറെ എന്തെങ്കിലും അതിനകത്ത് എടുക്കാനുണ്ടോ? കാതലായിട്ടുള്ളത് എന്തെങ്കിലും എടുക്കാനുണ്ടോ? അവർക്കൊരു ക്ഷേത്രം അവിടെ കൊണ്ട്, ഒരു കുടുംബ ക്ഷേത്രമുണ്ട്. അവിടെ യക്ഷിയാണ് പ്രധാന ദേവത. യക്ഷിയാണ് പ്രധാന ദേവത. ഇനി നമ്മുടെ അടുത്ത ലഗ്നത്തിനെ നോക്കണം, അടുത്ത രാശിയെ നോക്കണം, അതിനകത്ത് എന്ത് കിട്ടണം നോക്കണം. അതും കൂടി നോക്കാം. നമുക്ക് ഒരുപാട് സമയമൊന്നും കിട്ടൂല. കുറച്ച് ഒരു മണിക്കൂറോ 2 മണിക്കൂറിനപ്പുറമൊന്നും ഈ പ്രശ്നം വെച്ച് പിടിച്ചുകൊണ്ട് നിൽക്കാൻ നടക്കില്ല. വീട്ടിൽ വരുന്നതാണ്. വീട്ടിൽ വന്ന് കഴിയുമ്പോൾ നമുക്ക് ഒരുപാട് സമയമൊന്നും കൊടുക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ നമ്മൾ അഷ്ടമംഗല പ്രശ്നമായിട്ട് വയ്ക്കേണ്ടി വരും. അത് അന്നെന്തോന്ന് കാർത്തിക നക്ഷത്രമാണ് അല്ലേ? 2 നക്ഷത്രവും എങ്ങനത്തെ നക്ഷത്രമാണ്? 2 ദിവസം നക്ഷത്രവും, ഒരു ദിവസം പൂരം, ഒരു ദിവസം കാർത്തിക. എങ്ങനെയുള്ള നക്ഷത്രമാണ്? അശുഭ നക്ഷത്രം. അശുഭ നക്ഷത്രം. സ്കൃത പാപ സഞ്ചയകരം. നമ്മൾ ആദ്യം നിങ്ങൾ പറഞ്ഞത് കറക്റ്റാണ്. എന്തോന്ന്? സുഹൃതക്ഷയം തന്നെയാണ്. കൃത പാപ സഞ്ചയകരം. പാപപ്രവൃത്തികൾ ചെയ്തത് അനുഭവിക്കാനുള്ള സമയമാണ്. കൃത പാപ സഞ്ചയകരം. ആ ചന്ദ്രൻ ലഗ്നത്തിന് 12-ലാണ് നിൽക്കുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് നമ്മളെ പ്രശ്ന ദിവസത്തെ ആരൂഢമാണ് നോക്കുന്നത്. മകരമാണ് ആരൂഢം, ലഗ്നം മകരം ആരൂഢം, ലഗ്നം മിഥുനം. ആദ്യം ലഗ്നത്തിനെ പിടിക്കാം. ലഗ്നത്തിന് ചന്ദ്രൻ 12-ലാണ് നിൽക്കുന്നത്. ചന്ദ്രൻ 12-ൽ നിൽക്കുന്നു, സൂര്യൻ 9-ൽ നിൽക്കുന്നു. കുഴപ്പമില്ല. നിപുണ യോഗത്തിൽ നിൽക്കുന്നു, കുഴപ്പമില്ല. ചന്ദ്രൻ 12-ലാണ് നിൽക്കുന്നത്. അപ്പോൾ കൃതപാപ സഞ്ചയകരം. നക്ഷത്രം നല്ലതല്ല. നക്ഷത്രം വന്നിട്ട് കാർത്തിക നക്ഷത്രമാണ്. കാർത്തിക നക്ഷത്രം ഒരു മുഹൂർത്തത്തിനും എടുക്കുന്നതല്ല. കാർത്തികയും വിശാഖവും ബാക്കിയുള്ളതൊക്കെ ചില മുഹൂർത്തത്തിനൊക്കെ എടുക്കാറുണ്ട്. ഇപ്പം മൂലവും മകവും ഒക്കെ വിവാഹത്തിന് എടുക്കാം. പൂൺനാൾ അല്ലെങ്കിലും വിവാഹത്തിനൊക്കെ എടുക്കാറുണ്ട്. ചില നക്ഷത്രങ്ങൾ എടുക്കാറുണ്ട്. പക്ഷെ ഇതങ്ങനെയല്ല, ഒന്നിനും എടുക്കാറില്ല. ആ ചന്ദ്രൻ 12-ലാണ് പോയത്. അവിടെ നോക്കണം. ചന്ദ്രൻ ആരെ നോക്കണം? മാനിയുടെ രാശിയിലാണ് ചന്ദ്രൻ നിൽക്കുന്നത്. ചന്ദ്രന്റെ രാശിയിലാണ് മാനി നിൽക്കുന്നത്. നോക്കണം. ഇവര് വിളിച്ചതിന് ശേഷം 1.5 മാസം വരെ കഴിഞ്ഞിട്ടാണ് വരുന്നത്. 14/1-നാണ് വിളിക്കുന്നത്, 1/3-നാണ് വരുന്നത്. 1.5 മാസം കഴിഞ്ഞു പോയി. 2 ദിവസവും മാന്നി നിന്നത് ഒരേ രാശിയില്. ചന്ദ്രൻ മാന്നി രാശീശനും കൂടെയാണ്. ഈ ചന്ദ്രൻ മാന്നി രാശീശനായാൽ വേറെ ഒരു കാര്യം കൂടെ പറയാം. എന്താണ് പറഞ്ഞു നോക്കണം ആരെങ്കിലും? ചന്ദ്രന്റെ വയസ്സെത്ര? നിസർഗ വയസ്സെത്ര? 1 വയസ്സ്. 1 വയസ്സാകുമ്പോൾ എങ്ങനെയുള്ള പ്രായമായിരിക്കും? കന്നിച്ചാവും. കന്നിക്കാവ്. അതും അവിടെ ഉണ്ട്. അതിനൊക്കെ മുൻകാലങ്ങളിലൊക്കെ പൂജ കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നവരൊക്കെ അറിഞ്ഞുകൂടാ. മുൻപൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോഴൊന്നും ചെയ്യുന്നില്ല. അത് മതിയല്ലോ. അതും അവിടെ ഉണ്ട്. അപ്പോഴങ്ങനെയും ഒരു കാര്യം വരുന്നുണ്ട്. ചന്ദ്രന്റെ രാശി തന്നെ അന്നും മാന്നി വന്നിരിക്കുന്നത്. അന്ന് ചന്ദ്രൻ 12-ലും പോയി. ലഗ്നാൽ 12-ല്. ലഗ്നാല് പിന്നെ 7-ൽ ആരൊക്കെ നോക്കണം? ലഗ്നാൽ 7-ല്. അപ്പോഴതെഴുതിക്കൊള്ളണം. പ്രശ്ന ദിവസ ഗ്രഹനിലയിൽ നക്ഷത്രം കാർത്തിക, ഊൺ നാളല്ല. കടുത്ത ദോഷത്തെ സൂചിപ്പിക്കുന്നു. ചന്ദ്രൻ മാന്യരാശീശനാണ്, അല്ലെങ്കിൽ ഗുളിക ഭവനാധിപതി. ചന്ദ്രൻ ഗുളിക ഭവനാധിപതിയാണ്. ജലരാശിയിലാണ് മാന്യ നിൽക്കുന്നത്. ജലരാശിയിലാണ് മാന്യ നിൽക്കുന്നത്.
സാർ ജലരാശിയാകുമ്പോൾ ദോഷം കൂടുതലാണോ സാർ? ജലരാശിയും വെള്ളവുമായിട്ട് ബന്ധപ്പെട്ട് വെള്ളത്തിൽ വീണൊക്കെ മരിക്കാതെ അങ്ങനെ അതെ. പറയുന്നത്. അപ്പൊ അഗ്നിരാശിയാണെങ്കിൽ നമുക്ക് തീ പറയാമോ? അഗ്നിരാശിയാണെങ്കിൽ തീപെട്ട ഉള്ളിൽ തീ പൊള്ളാനോ, ചൊവ്വയുടെ രാശിയാണെങ്കിലൊക്കെ പറയും. ആഗ്നേയ രാശികൾ, ചൊവ്വയുടെ രാശി, സൂര്യന്റെ രാശിയൊക്കെ അഗ്നിബന്ധം വരാം. ചൊവ്വയുടെയും സൂര്യന്റെയും രാശികൾ നല്ല അഗ്നിബന്ധം പറയാം. ആഗ്നേയ രാശി എന്ന് വെച്ചാൽ ഫയർ, എർത്ത്, എയർ, വാട്ടർ. ചിങ്ങം, മേടം, ചിങ്ങം, ധനു, ഇത് മൂന്നും ആഗ്നേയ രാശിയാണ്, അഗ്നിതത്വമാണ്. അതിൽ ഏറ്റവും കടുപ്പം മേടമാണ്. ചിങ്ങം മീഡിയം, ധനു വലിയ കുഴപ്പമില്ല, കാരണം വ്യാഴത്തിന്റെ രാശിയാണ്, വലിയ കുഴപ്പമില്ല. സൂര്യൻ മീഡിയം, ചൊവ്വ കടുപ്പമാണ്. വൃശ്ചികം കീടരാശി എന്ന് പറയും. ചന്ദ്രന്റെ നിസർഗ വയസ്സ് 1 വയസ്സാണ്. ചന്ദ്രന്റെ നിസർഗ വയസ്സ് 1 വയസ്സാണ്. അതുകൊണ്ട് കന്നിശാവിനെ പറയാം. ഇനി പിന്നെ മിഥുന ലഗ്നത്തിന് 7 ആരൊക്കെ നിൽക്കണം നോക്കണം. തുറന്നാൽ നമ്മൾ ആരൂഢത്തില് നമ്മൾ പ്രശ്ന ദിവസം നമുക്ക് വ്യക്തമായിട്ട് കാണാം ആരൊക്കെ നിൽക്കണം നോക്കണം. ലഗ്നത്തിന്റെ 7 ബാധാസ്ഥാനമല്ലേ, ഉഭയരാശിക്ക് 7 ബാധയല്ലേ. ഏതു, കുശൻ, ഗുരു. ഏതു ചൊവ്വ 6-ാം ഭാവപതി, വ്യാഴം ബാധകാധിപതി. ബാധകാധിപതിയും 6-ാം ഭാവപതിയും കൂടി ഒരുമിച്ച് നിൽക്കുക. ബാധകാധിപൻ ശുഭനാവുക. ബാധകാധിപൻ കർമാധിപനും കൂടെയാണ്. അപ്പോൾ കർമ്മബന്ധമുണ്ട്. ചൊവ്വ 11-ാം ഭാവപതിയാണ്. 11-ആവുമ്പോൾ ചരിത്ര പ്രാധാന്യമാണ്. ചരിത്ര പ്രാധാന്യം വെച്ചാൽ പഴക്കമുണ്ടെന്നൊക്കെ പറയാം. ചരിത്രം എന്ന് വെച്ചാൽ പഴക്കമാണല്ലോ. കടുത്ത ആഭിചാര ദോഷം ഇവരെ കേട്ടിട്ടുണ്ട്. ഒന്നുകൂടെ പറയാം. ബാധകാധിപൻ വ്യാഴം, ഉഭയരാശിക്ക് 7 ബാധ. 6-ാം ഭാവതി ചൊവ്വ ഒരുമിച്ച്, കൂടാതെ പോരാത്ത പക്ഷം രാഹുവും കേതുവും കൂടി ബന്ധവുമുണ്ട്. ഈ ചൊവ്വയെ സംബന്ധിച്ച് 11-ാം ഭാവപതി കൂടിയാണ്. 11 വെച്ചാൽ ചരിത്ര പ്രാധാന്യം. ചരിത്ര പ്രാധാന്യം എന്ന് പറഞ്ഞാൽ വളരെ പഴക്കമുണ്ടെന്നർത്ഥം. വ്യാഴൻ കർമാധിപതി കൂടിയാണ്. കർമ്മബന്ധമുണ്ട്. കർമ്മബന്ധം എന്ന് ഉദ്ദേശിക്കുന്നത് പിന്നെ കൊല്ലാനൊക്കെ വേണ്ടി ചെയ്യുക എന്നുള്ള അർത്ഥമാണ്. കൊല പോലുള്ള കാര്യത്തിന് വേണ്ടി കൊല്ലാൻ വേണ്ടി ചെയ്യുന്നത്. ഇവർക്ക് വന്ന ഒരു തകരാറ്, ഇയാളെ ഒരു സഹോദരനും മകനും ദുർമരണം നടന്നു. ഒരു സഹോദരനും മകനും. ഒരു സഹോദരൻ ആദ്യം മരിക്കുന്നു, മരിച്ചിട്ട് മകൻ മകൻ എന്ന് വെച്ചാൽ വളരെ വലുതായതിനു ശേഷം, 15, 17, 18 വയസ്സ് കഴിഞ്ഞതിന് ശേഷമാണ്. അതിൽ അയാളുടെ മാനസികാവസ്ഥ തെറ്റി. അങ്ങനെയാണ് അയാൾക്ക് കുഴപ്പമുണ്ടാകുന്നത്. കടുത്ത ആഭിചാരദോഷമാണ്. ഇത് ഒരു പ്രത്യേക ടൈപ്പാണ്. ആർക്കും ഒന്നും വിട്ടുകൊടുക്കില്ല. ഒന്നും ആരെയും വകവയ്ക്കുന്ന ടൈപ്പല്ല. അങ്ങനെയുള്ള ചില പ്രത്യേകതകളൊക്കെ ഉണ്ട്. നമുക്ക് ജാതകം കൂടി നോക്കാം. ജാതകം കയ്യിലുണ്ട്, അതും കൂടെ നോക്കാം. തീർന്നിട്ട് ജാതകം കൂടി തരാം. ജാതകം കൂടി നോക്കുമ്പോൾ മനസ്സിലാകും. അപ്പോൾ ബാധകാധിപൻ ശുഭനായിരുന്നാൽ നശിപ്പിക്കാൻ വേണ്ടി ചെയ്തു എന്നാണ്. ഉച്ചാടനം, മാരണം, പിന്നെ ദ്വേഷണം. ഉച്ചാടനം, ദ്വേഷണം, മാരണം, ഉച്ചാടനം ഓട്ടിക്കാൻ വേണ്ടിയും കൊല്ലാൻ വേണ്ടിയും പിന്നെ നശിപ്പിക്കാൻ വേണ്ടിയൊക്കെ ചെയ്യുന്നതാണ് മഹാ ആഭിചാരം എന്ന് പറയുന്നത്. മഹാ ആഭിചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തകിടയിലൊക്കെ ജപിച്ച് ഉറക്കൊക്കെ വയ്ക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരാളിനെ സങ്കല്പിച്ച് ചെയ്തിട്ട് ഉടയിൽ വെള്ളത്തിലൊക്കെ ഒഴുക്കി വിടുക. ഭയങ്കരമായ കർമ്മങ്ങൾ മന്ത്രവാദിമാരെ കൊണ്ട് ചെയ്യുന്ന, ദുർമന്ത്രവാദിമാരെ കൊണ്ട് ചെയ്യുന്ന ഭയങ്കരപ്പെട്ട കർമ്മങ്ങളാണ് മഹാ ആഭിചാരം. അത് വന്നിട്ട് 6-ാം ഭാവത്തിൽ ചൊവ്വയും കൂടിയാണ്. ചൊവ്വ ആഭിചാരത്തിന്റെ ആളാണ്. അതും ബാധാസ്ഥാനത്താണ് നിൽക്കുന്നത്. രണ്ടും കൂടെ കടുത്ത ദോഷമാണ്. ലഗ്നത്തിൽ നിന്ന് ബാധാസ്ഥാനത്ത്
എഴുതിക്കൊള്ളണം. ലഗ്നത്തിൽ നിന്ന് ബാധാസ്ഥാനത്ത് ബാധകാധിപനായ ഗുരുവും 6-ാം ഭാവതിയായ ചോയും നിൽക്കുന്നു. ബാധകാധിപനായ ഗുരുവും 6-ാം ഭാവതിയായ ചോയും നിൽക്കുന്നു. ബാധകാധിപൻ ശുഭനായതുകൊണ്ട് മഹാ ആഭിചാരം പറയാം. മഹാ ആഭിചാരം പറയാം. മഹാ വിചാരം പറയാം. ചൊവ്വ 11-ാം ഭാവപതി കൂടിയാണ്. ചൊവ്വ 11-ാം ഭാവപതി കൂടിയാണ്. വളരെ പഴക്കമുണ്ട്. ഇതിന് വളരെ പഴക്കമുണ്ട് എന്നർത്ഥം. ഇതിന് വളരെ പഴക്കമുണ്ട് എന്നർത്ഥം. വ്യാഴം കർമാധിപതി കൂടിയാണ്. സാറേ കുറച്ച് വിട്ടുപോയി സാറേ, ഒന്ന് പറയോ? ചൊവ്വ 11-ാം ഭാവപതി കൂടിയാണ്. ചൊവ്വ 11-ാം ഭാവപതി കൂടിയാണ്. എനിക്ക് അല്പം ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ട് അല്പം ഉണ്ട്. നേരത്തെ നിർത്തേണ്ടി വരും. അതാണ് കുറച്ച് കൂടുതൽ ഉറക്കെ വിളിക്കാൻ വയ്യാത്തത്. ബാധകാധിപന് 11-ാം ഭാവവുമായുള്ള ബന്ധമുണ്ട്. അതുകൊണ്ട് ഈ ആഭിചാരത്തിന് കാലപ്പഴക്കം പറയാം. ആഭിചാരത്തിന് കാലപ്പഴക്കം പറയാം. ചരിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലപ്പഴക്കം എന്നർത്ഥം. വ്യാഴം കർമാധിപതി കൂടിയാണ്. കർമ്മസ്ഥാനത്ത് ശനി ചൊവ്വ ദൃഷ്ടിയുമുണ്ട്. ഇനി നിർത്തിയിട്ട് ഒന്ന് ചർച്ച ചെയ്യാം. വ്യാഴം കർമാധിപതിയാണ്. കർമ്മസ്ഥാനത്ത് ശനി ചൊവ്വ ദൃഷ്ടിയുമുണ്ട്. അതിൽ നിന്ന് മനസ്സിലാക്കാം. വ്യാഴം കർമാധിപതിയാണ്. ബാധകാധിപനും കർമാധിപതിയും ഒരേ ആളാണ്. ആ കർമ്മസ്ഥാനത്ത് ശനിയുടെയും ചൊവ്വയുടെയും ദൃഷ്ടി ഉണ്ടെങ്കിൽ കർമ്മം നല്ലതല്ല എന്നർത്ഥം. ആരുടെ കർമ്മം നല്ലതല്ല? ആരുടെ കർമ്മം നല്ലതല്ല? നമ്മളിപ്പം പ്രശ്നം വെച്ചതാര്? അയാൾ വളരെ കറക്റ്റ് അല്ല എന്നർത്ഥം. എന്തോ എടുത്ത് ചാടി വലുതൊക്കെ പറയുക, ആരെങ്കിലുമൊക്കെ ഉപദ്രവിക്കുക, വഴിയെ പോണ വിനയൊക്കെ വരച്ചു വാർക്കി തലയിൽ കയറ്റി വെക്കുക, അത് തന്നെ കുഴപ്പം. പക്ഷെ അതൊക്കെ നമുക്ക് അയാളോട് പറയാൻ പറ്റില്ല. അതൊക്കെ അയാളോട് എങ്ങനെ പറയും? കാരണം കർമ്മ പ്രശ്നം അയാളെ പേർക്കാണ് പ്രശ്നം വെച്ചത്. അപ്പോൾ കർമ്മം എന്ന് പറഞ്ഞാൽ അയാളെ കർമ്മം ബാധയായി. ആ ബാധ അങ്ങ് കളയാമായിരുന്നു. വ്യാഴത്തിന് ബലമുള്ളതുകൊണ്ട് ബാധയെ കളയാം. പക്ഷേ 6-ാം ഭാവപതി കൂടെ നിൽക്കുന്നു. ആ ബാധാസ്ഥാനത്ത് ശനിയുടെ ദൃഷ്ടിയുണ്ട്, ചൊവ്വയുടെ ദൃഷ്ടിയുണ്ട്. 2 പാപന്മാരെ ദൃഷ്ടിയാണ് കിടക്കുന്നത്. ഒരാൾ 6-ാം ഭാവപതി, ഒരാൾ അഷ്ടമാധിപതി. നോക്കണം, 6ഉം 8ഉം ഭാവപതിയാണ് ശനിയും ചൊവ്വയും. നാശഭാവത്തിന്റെ ആളുകളാണ്.
അപ്പോൾ ഇദ്ദേഹം എന്തൊക്കെ കാട്ടിക്കൂട്ടിയിട്ടുണ്ട്, അതാണ് ഇങ്ങനെ വരാൻ കാര്യം. ഒന്നും വേണ്ട, വഴക്കുണ്ടായാൽ മതിയല്ലോ, നാക്ക് മര്യാദക്കിരുന്നാൽ മതിയല്ലോ, മര്യാദക്കിരിക്കാറുണ്ടാ മതിയല്ലോ. അങ്ങനെ വന്നാലും മതി. അങ്ങനെ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം നമ്മൾ അതിലേക്കൊന്നും കിടക്കില്ല. കടുത്ത ശത്രുദോഷമുണ്ട്. അത് ഇപ്പോഴൊന്നും വന്നതല്ല, കുറെ മുമ്പ് വന്നതാണ്. അതാണ് ഇങ്ങനെ ഈ ആഭിചാര ദോഷം കൊണ്ടാണ് സഹോദരനും മകനും മരണമടഞ്ഞത്. അതാണ് മാന്നി, രണ്ടെണ്ണത്തിലും മാന്നിയുടെ ഒരു രൂപം കാണുന്ന അതാണ്. ഇനി ഈ ബുധൻ 9 നിൽക്കുന്നത് കൊണ്ട് എന്ത് പറയാം? സാധാ ദേവപ്രശ്നത്തിലാണ് നമ്മളത് പറയാറുള്ളത്. ബുധൻ 9 ബന്ധം വന്നു കഴിഞ്ഞാൽ എന്ത് പറയാം? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ദേവപ്രശ്നത്തിലാണ് പറയാറുള്ളത്. പക്ഷെ തെക്കതൊക്കെ ഉണ്ടെങ്കിൽ, ഇവർക്ക് കുടുംബ അമ്പലം ഉണ്ടെങ്കിൽ പറയുന്നതിന് തെറ്റില്ല. 9 എന്ന് വെച്ചാൽ ആരാധനാ സ്ഥാനമാണ്. അതുകൊണ്ടാണ് ഇത് ചോദിക്കാൻ കാര്യം. 9 ആരാധനാ സ്ഥാനം. ബുധന് 9 ബന്ധം വന്നു കഴിഞ്ഞാൽ എന്ത് പറയാം? വിഷ്ണു അവതാരമൂർത്തികളെ ആരാധിച്ചിരുന്നു എന്ന് പറയാം. ഏകദേശം എത്തി. സാളഗ്രാമം പറയാം. സാളഗ്രാമം എന്ന് വെച്ചാൽ ഗന്ധകി നദിയിൽ നിന്ന് കിട്ടുന്ന ഒരു സൈസ് കല്ല്, അറിയാമല്ലോ. അത് വൈഷ്ണവ രൂപമാണ്. പറഞ്ഞത് ശരി തന്നെയാണ്. അതവിടെ ഉണ്ട്, അതവർക്ക് അവിടെ ഉണ്ട്. അവർക്ക് അവിടെ എന്തോ എടുത്ത് കൂട്ടി പറക്കി ഇട്ടിക്കണം എന്ന് പറഞ്ഞു. കാരണം തെക്കതും ഇപ്പം പ്രാബല്യത്തിലില്ല. അതിനെയൊക്കെ അവർ വൈൻഡപ്പ് ചെയ്ത് കളഞ്ഞു. കാരണം അതൊന്നും കഴിയില്ല. മക്കളൊക്കെ എഡ്യൂക്കേറ്റഡ് ആയി, ഒക്കെ ഡോക്ടേഴ്സും അതും ഇതുമൊക്കെ ആയി, അവരൊക്കെ വേറെ ദൂരോട്ടൊക്കെ പോയി. പിന്നെ ഇവരെ കൊണ്ടൊന്നും കഴിയില്ല, പൂജിക്കാനൊന്നും കഴിയില്ല. സാളഗ്രാമം അവിടെ ഉണ്ടായിരുന്നു. അത് നമ്മൾ 9 നിൽക്കുകയും ചെയ്യുന്നു. അവർക്ക് തെക്കതിന്റെ ആചാരവും ഉള്ളത് കൊണ്ടാണ് ചോദിച്ചത്, അല്ലെങ്കിൽ ചോദിക്കാൻ പാടില്ല. അതൊക്കെ ക്ഷേത്ര പ്രശ്നത്തിലേക്ക് ചോദിക്കാവൂ. റിസ്ക് എടുത്ത് ചോദിച്ചു. കുറെ കഴിഞ്ഞിട്ടൊക്കെ ചോദിക്കാവൂ. ഇതൊക്കെ ആദ്യം എടുത്തിട്ട് അടിക്കരുത്. കുറെ പറഞ്ഞ് കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലായി എടുത്ത് വന്നതിന് ശേഷമേ ഇത് പറയാമൂ. സാളഗ്രാമം എന്ന് പറയുന്നത്, അതെ, ആ സാളഗ്രാമത്തിന് ബുധനെ കൊണ്ട് പറഞ്ഞു. ബുധന് മൗഢ്യം ഉണ്ടെങ്കിൽ എന്ത് പറയാം? അതുകൂടി ഒന്ന് അറിഞ്ഞിരിക്കണമല്ലോ, ഒരു രസത്തിന് വേണ്ടി ചോദിക്കുകയാണ്. ബുധൻ 9 നിൽക്കുന്നു, അല്ലെങ്കിൽ ബുധൻ 9 ഭാവപതി എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ സാളഗ്രാമം പറയും. ഈ ബുധന് പൂർണ്ണ മൗഢ്യമായി കഴിഞ്ഞാൽ ഇപ്പോഴില്ല എന്ന് പറയുന്നു. ഇപ്പോഴും പ്രാബല്യമില്ല, ഉണ്ടായിരുന്നു, ഇപ്പോഴില്ല എന്ന് പറയുന്നു. അതും കൂടി അറിഞ്ഞിരിക്കണം. ബുധന് മൗഢ്യം ഒക്കെ വന്നു കഴിഞ്ഞാൽ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോഴില്ല എന്ന് പറയേണ്ടി വരും. ഇവിടെ ഇപ്പം നമ്മൾ പറഞ്ഞത്, നമ്മളിപ്പോ ആകെ കൂടിയുള്ള തുക എന്ന് പറയുന്നത് ദുർമൃതി പ്രേതം, ഒരു സ്ത്രീ മരിച്ചത്, ജലത്തിൽ വീഴുന്ന് മരിച്ചത്, അത് ഒരു കാരണമുണ്ട്. സഹോദരന്റെ മരണം, മകന്റെ മരണം, പിന്നെ അത് കഴിഞ്ഞിട്ട് വേറെ എന്തോ, പിന്നെ പരദേവതാ കോപം, യക്ഷിക്ക് ഭയങ്കരമായ, യക്ഷിയെ കൊണ്ടുള്ള ദോഷം ശക്തമായിട്ടുണ്ട്. സുഹൃതക്ഷയമുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ പഠിച്ചത്. പിന്നെ ഇപ്പൊ പറയുന്നത് ഒരു കന്നിശാവുണ്ട്. സ്ത്രീപ്രേതം വീണ്ടും നമുക്കിപ്പം വന്നു. കടുത്ത ആഭിചാര ദോഷമാണ്, അത് നശിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ്, കുറച്ച് കാലമായി. പിന്നെ സാളഗ്രാമത്തിന്റെ ഇടപാടുണ്ട്. ഇതൊക്കെയാണ് നമ്മളിപ്പോൾ പഠിച്ചത്, ഇപ്പോഴും നമുക്ക് കിട്ടിയത്. ഇനി ബുധനെ കുറിച്ച് പറയാൻ കാര്യം, ബുധൻ 4 ഭാവപതി കൂടിയാണ്. 4 പരദേവതയല്ലേ? ഹലോ, അതെ അതെ. അതുകൊണ്ടാണ് ബുധനെ പിടിക്കാൻ കാര്യം. പരദേവതയുടെ സ്ഥാനത്ത് 9 നിൽക്കുന്നതുകൊണ്ടാണ് സാളഗ്രാമം ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ വിഷ്ണു ചൈതന്യമൊക്കെ പറയാം. വിഷ്ണുവിന്റെ ചൈതന്യം, ശ്രീകൃഷ്ണനോ വിഷ്ണുവോ, ഇതൊക്കെ നമുക്ക് പറയാം. ചിലപ്പോൾ എന്തെങ്കിലും ഒരു പടം വെച്ച് പൂജിച്ചാലും മതി. അങ്ങനെ വന്നാലും മതി. നമ്മൾ ആരൂഢം കൊണ്ട് നോക്കിയാൽ പോരെ സാർ, ലഗ്നം കൊണ്ട് നോക്കണോ 9 ഭാവം? ഇനി അടുത്ത ആരൂഢം കൊണ്ട് നോക്കുന്നു. ഇനി അടുത്ത ആരൂഢം, മകര ആരൂഢമാണ്. ആരൂഢം കൊണ്ട് നോക്കണം. ആരൂഢം കൊണ്ട് നോക്കുമ്പോൾ ശുക്രൻ എവിടെ നിൽക്കുന്നത്? ശുക്രൻ ആര്? 4 ഭാവത്തിൽ ആര് നിൽക്കുന്നത്? ആരൂഢം മകരം. 4 ഭാവത്തിൽ ആര് നിൽക്കുന്നത്? ആരൂഢം മകരം 4 ഭാവത്തിൽ ആര് നിൽക്കുന്നു? ശുക്രൻ.
ശുക്രൻ നിൽക്കുന്നു. അപ്പോൾ ശുക്രനെ കൊണ്ട് ശത്രുക്ഷേത്രത്തിൽ നിൽക്കുന്ന ശുക്രൻ വ്യക്തി തന്നെയാണ് 4-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. 4-ഉം 11-ഉം ബാധയുമായി. അവിടെയും 4-ഉം 11-ഉം ബാധ, ഇവിടെയും 4-ഉം 11-ഉം ബാധ. എങ്ങനെ വന്നിട്ടുണ്ടെന്ന് നോക്കണം. എന്നിട്ട് ശുക്രനാണ് അവിടെ ബാധകാധിപൻ ശുക്രനായി, ഇവിടെ ബാധകാധിപന്റെ രാശിയിൽ ശുക്രൻ നിൽക്കുന്നു. അപ്പോൾ ശുക്രൻ 4-ൽ നിൽക്കുമ്പോൾ യക്ഷി തന്നെയാണ് വീണ്ടും പരദേവതയുടെ സ്ഥാനത്ത് വരുന്നത്. യക്ഷിക്കാണ് പ്രാധാന്യം കൂടുതൽ. അവിടെ വ്യാഴത്തിന്റെ ദൃഷ്ടിയും കിടക്കുന്നുണ്ട്. നോക്കണം, ആ ശുക്രനെ വ്യാഴം ദൃഷ്ടി പതിക്കുന്നില്ലേ? ഉണ്ട് ഉണ്ട്. അപ്പോൾ ഒരു പ്ലസന്റ് ആണ്. പ്ലസന്റ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഒരു ക്രൂര സ്വഭാവമല്ല. യക്ഷി എന്ന് പറഞ്ഞ ഒരു ക്രൂര സ്വഭാവമുള്ള യക്ഷിയല്ല. ഒരു നല്ല എന്തോന്നു ഒരു സാധ്യ ഗുണമുള്ള യക്ഷി എന്നാണ് പറയേണ്ടത്. വ്യാഴത്തിന്റെ ദൃഷ്ടി കിടക്കുന്നു, ബലമുള്ള വ്യാഴത്തിന്റെ ദൃഷ്ടിയാണ്. വ്യാഴത്തിന്റെ ദൃഷ്ടി ആ ശുക്രൻ കിടക്കുമ്പോൾ അത് സാധ്യ ഗുണമുള്ള ഒരു യക്ഷിയാണ് കാണുന്നത്. നമ്മളിപ്പോ പഠിച്ചത് ആരൂഢം വച്ചിട്ടാണ്. മകര ആരൂഢം. ആരൂഢത്തിന് ബലമുണ്ട്. ആരൂഢത്തിൽ ആരൂഢാധിപൻ നിൽക്കുന്നത് കൊണ്ട് ആരൂഢത്തിന് ബലമുണ്ട്. നല്ല നല്ല ബലമുള്ള ആരൂഢമാണ്. ആരൂഢത്തിൽ ആരൂഢാധിപനുണ്ട്. അവിടെയും 7-ൽ മാന്നി. അത് നോക്കിയാലും മാന്നി 7-ൽ നിൽക്കുകയാണ്. കേന്ദ്രത്തിൽ മാന്നി. ഇത് പൃച്ഛാ ദിവസം എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന ഒരു സമയമായിരിക്കുമല്ലോ. അപ്പൊ നമുക്ക് അവിടെ ആരൂഢം വെച്ച് തന്നെ നോക്കല്ലോ ഉത്തമ. പൃച്ഛാ ദിവസം എന്ന് പറയുന്നത് പൃച്ഛാ എന്ന് ഉദ്ദേശിക്കുന്ന അവർ വിളിക്കുന്ന ദിവസം നമ്മൾ അറിയില്ല, നമുക്കറിഞ്ഞൂടാ. പ്രശ്ന ദിവസമാണ്. ഞാൻ ആദ്യ വഴിയാണ് പ്രശ്ന ആരൂഢം. അത് നമ്മൾ അവർ വിളിച്ചിട്ട് വന്നു. അതും അവർ വിളിച്ചിട്ട് വന്നതാണ്. ഈ 14-1 വിളിച്ചതിന് ശേഷം പിന്നെ ഇവരെ അറിവുമില്ല, ഒന്നുമില്ല. എനിക്ക് വേണ്ടത്തക്ക ഒരാളാണ്, അറിവുമില്ല, ഒന്നുമില്ല. പിന്നെ അത് വരാൻ പറഞ്ഞു. അങ്ങനെ വന്നതാണ്. അല്ല, ഞാൻ കൊടുത്ത സമയമൊന്നുമില്ല. എന്നിരുന്നാലും ആ സമയത്തിനൊരു പ്രാധാന്യമുണ്ട്. അതില്ല എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ സമയം എടുത്ത് ആരൂഢം എടുത്ത് രണ്ടും ചിന്തിക്കുക. രണ്ടും എങ്ങനെ വരണമെന്ന് നോക്കാം. ആരൂഢത്തില് ആരൂഢാധിപൻ നിൽക്കുന്നത് കൊണ്ട് ആരൂഢത്തിന് ബലമുണ്ട്. 4-ൽ ശുക്രൻ നിൽക്കുന്നു. 4-ൽ ശുക്രൻ നിൽക്കുമ്പോൾ യക്ഷിയാണ്. അവിടെ വ്യാഴത്തിന്റെ ദൃഷ്ടി ഉള്ളതുകൊണ്ട് സാധ്യ ഗുണം എന്ന് പറയാം. നമുക്ക് വളരെ ക്രൂര സ്വഭാവം ഒന്നും പറയണ്ട. ചൊവ്വയുടെ രാശിയിൽ നിൽക്കുമ്പോൾ ക്രൂര സ്വഭാവമാണ് പറയുന്നത്. എന്തോന്ന് നാസ്തിക ചോര കുസ്ത്രീക എന്നൊക്കെയാണ് പറയുന്നത്. കുസ്ത്രീക കുചർഷ എന്ന് പറയും. അതൊന്നും വേണ്ട. ദേവഭാവം പറയുമ്പോൾ അതൊന്നും പറയണ്ട. ഇനി ആ ശനിക്കും ശുക്രനും ഒരു പ്രത്യേകത ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? ആർക്കെങ്കിലും പറയാമോ? നിങ്ങൾക്ക് വിട്ടു തന്നിട്ടുണ്ട്. ഒരു പ്രത്യേക അഡ്ജസ്റ്റ്മെന്റിലാണ് ശനിയും ശുക്രനും നിൽക്കുന്നത്. പരസ്പര കേന്ദ്രത്തിൽ. പരസ്പരം കേന്ദ്രത്തിൽ. ഓക്കെ. വേറെ ശനിയുടെ 4 ശനിയുടെ 4 ശുക്രനും ശുക്രന്റെ 10 ശനി. ശുക്രന്റെ 10 ശനി. വരട്ടെ 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 വരട്ടെ. ഇനി ബാക്കി കൂടി വരട്ടെ. ഇനി കുറച്ചുകൂടി ഉണ്ട്. ഒന്ന് ശ്രമിക്കണം. തെറ്റിണെങ്കിൽ തെറ്റിപ്പോട്ടെ. ഇനിയിപ്പോ എന്തോ ശുക്രന്റെ 10 ശനി വരികയും ആ ശനി ശുക്രനും ബന്ധുക്കളായിരിക്കുകയും വേണം. ബന്ധുക്കളെന്നല്ലോ, ബന്ധുക്കളാണ്. പരസ്പര കാരകത. ശനി സ്വക്ഷേത്ര ബലവാനുമായിരിക്കണം. സ്വക്ഷേത്രമോ ഉച്ചമോ മൂലത്രികോണമോ വരണം. എങ്കിൽ അവർ കാരകന്മാരായി പ്രവർത്തിക്കും. അതായത് ഒരു ഗ്രഹത്തിന്റെ 10-ല് അതിന്റെ ബന്ധു നിൽക്കുക. ശുക്രന്റെ 10-ൽ അതിന്റെ ബന്ധു നിൽക്കുകയാണ്. അപ്പൊ 10-ൽ നിൽക്കുന്ന ഗ്രഹം സ്വക്ഷേത്ര ഉച്ചമോ മൂലത്രികോണമായിരിക്കണം. എങ്കിൽ ഈ രണ്ടുപേരും കള്ള കൂട്ടുകാരന്മാരായിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി കാരകന്മാരായി പ്രവർത്തിക്കും. അപ്പോൾ ഈ യക്ഷിയും ഈ ശനിയും കൂടി ഒരു കൂട്ടുകച്ചവടമുണ്ട്. ശനി ആരെയായിരിക്കും സൂചിപ്പിക്കുന്നത്? ശാസ്താവോ കിരാത ശിവനോ ആയിരിക്കും. യക്ഷി വരുമ്പോൾ ജോഡി ആര്? മാടനാണ്. മാടൻ തമ്പുരാനാണ്. യക്ഷിക്ക് ജോഡി മാടൻ തമ്പുരാനാണ്. അതും അവിടെ ഉണ്ട്. ഈ മാടൻ തമ്പുരാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഞങ്ങൾക്ക് ഈ ഭാഗത്തേക്ക് അങ്ങനെ എടുത്തില്ല. ശിവന്റെ പ്രാകൃത രൂപമാണ്. നമ്മളെ ഈ ഭാഗത്തൊക്കെ അങ്ങനെ പറയാറുണ്ട്. തിരുവനന്തപുരം, കന്യാകുമാരി, ഇല്ല, തിരുവനന്തപുരത്തൊക്കെ അങ്ങനെ പറയാറുണ്ട്. അവിടെ അങ്ങോട്ട് മുത്തപ്പൻ എന്ന് പറയുക എന്തോ ചെയ്യുന്നു. അങ്ങനെയായിട്ടാണോ എന്നറിയില്ല. മുത്തപ്പൻ എന്ന് പറയുന്നത് എന്താണെന്ന് അറിയില്ല. എനിക്കത് മുത്തപ്പൻ എന്ന് പറയുന്നതേ അറിയാം.
അത് മാടൻ മുത്തപ്പൻ എന്ന് തമ്പുരാൻ. പറഞ്ഞത് ശിവരൂപമാണോ? ശിവന്റെ ഒരു ഭാവമാണ് മുത്തപ്പൻ. അത് തന്നെ വരുവുള്ളൂ. ഇവിടെ ശനി ബലവാനാണ്, ശനി നല്ല ബലമുണ്ട്, ശാസ്താവല്ല. അപ്പോൾ ഇവര് തമ്മിലെ കാരകത്വം പങ്കിടുന്നത് കൊണ്ട്, ഈ യക്ഷിയും ശനിയും കൂടി കാരകത്വം പങ്കിടുന്നതുകൊണ്ട് യക്ഷിയുമായിട്ട് ബന്ധപ്പെട്ട ഒരാളെ വരാനുള്ളൂ. നമ്മൾ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പ്രശ്ന ചിന്തയാണ്. ഇത് ബുക്കിലൊന്നും ചിലപ്പം പറയുന്നതായിരിക്കില്ല, ബുക്കിൽ ഇങ്ങനെയൊന്നും പറയുന്നതല്ല. പ്രശ്ന ചിന്ത നമ്മൾ സ്ഥാപിക്കുന്നതാണ്. അപ്പോഴേ ഇപ്പൊ ഞാനും മറ്റൊരാളും കൂടെ ഫ്രണ്ട്ഷിപ്പ് കൂട്ടിയിടുക എന്ന് പറഞ്ഞ അർത്ഥം നമ്മൾ ഒരേ രീതിയിൽ ചിന്തിക്കുന്നു എന്നർത്ഥം. ഒരേ രീതിയിൽ ചിന്തിച്ചാലേ ഒരു 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 ബിസിനസ് നടത്തുമ്പോൾ നമ്മൾ പാർട്ട്ണർഷിപ്പ് ബിസിനസ് എന്ന് പറയുമ്പോൾ രണ്ടും ഒരേ ലൈനിൽ പോകണം. അപ്പോൾ ശുക്രൻ യക്ഷി എന്ന് പറയുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ദേവനെ വരാൻ പറ്റുള്ളൂ. മാടൻ തമ്പുരാൻ, അല്ലെങ്കിൽ തമ്പുരാൻ എന്ന് പറഞ്ഞാലും മതി. ശിവതമ്പുരാൻ, ശിവന്റെ രൂപമാണ്. അത് നല്ല ബലവുമുണ്ട്. അങ്ങനെ ഒരു കാര്യം കൂടെ അതിനകത്തുണ്ട്. ഇനി ശുക്രൻ വർഗോത്തമവും കൂടിയാണ്. നോക്കണം, അതിൽ ശുക്രൻ വർഗോത്തമം അല്ലയോ നോക്കണം. അതെ സർ. ശുക്രൻ വർഗോത്തമം, ശുക്രന് ബാധാബന്ധം. നമ്മുടെ ഇവിടെ ബാധാബന്ധം ശുക്രന്, നമ്മളെ സമയത്തിൽ ശുക്രന് ബാധാബന്ധം ഉണ്ടെങ്കിൽ രക്ഷസിനെയൊക്കെ പറയാം. രക്ഷസോ ബ്രാഹ്മണ ശാപമൊക്കെ പറയാം. ഒരു രക്ഷസ് പറയണ്ട, ശുക്രന് ബാധാബന്ധം ഉണ്ട്. നമ്മൾ സമയത്തില് കഴിഞ്ഞ ആരൂഢത്തില് ശുക്രന് ബാധാബന്ധമുണ്ട്, പക്ഷെ മാന്യ ബന്ധമില്ലാത്തതുകൊണ്ട് ബ്രാഹ്മണ ശാപമൊക്കെ പറയാം. ബ്രാഹ്മണ ശാപം കൂടി തീർത്തങ്ങ് കളയണം. പൂജ ചെയ്യുമ്പോൾ അതിനെയും കൂടി തീർത്തങ്ങ് വിട്ടേക്കണം. ഒരു കടുത്ത ദോഷമായിട്ട് കാണുന്നില്ല, എന്നാലും ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ഇവിടെ ശുക്രൻ വർഗോത്തമം വരുമ്പോഴും ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ സൂചിപ്പിക്കുന്നു. ഒന്ന് യക്ഷി, ഇനി ഒന്ന് ബ്രാഹ്മണ ശാപമായിരിക്കാം. ശുക്രന് മാന്യ ബന്ധമില്ലാത്തത് കൊണ്ടാണ് രക്ഷസിനെ പറയണ്ട എന്ന് കണക്കാക്കിയത്. അത് പോയിട്ട് ശരി, ഓക്കെ. അപ്പോൾ ഈ ഒരു കാര്യം കൂടെ അറിഞ്ഞിരിക്കണം. ഇങ്ങനെ ശുക്രനും ശനിയും കൂടെ പരസ്പരം കാരകന്മാരായി പ്രവർത്തിക്കുന്നത്. ശരിയായ മഴ ഞാൻ കുറച്ചുകൂടി ഉറക്കെ പറയാം, കുറച്ചുകൂടി ചേർന്നിരുന്ന് പറയാം. മഴ ഒരു പ്രശ്നം തന്നെയാണ്. അപ്പോൾ ഇത്രയും ഒന്ന് എഴുതാം. ഏതുവരെ എഴുതിയത്? ഉടൻ എഴുതിക്കൊണ്ട് പോയില്ലെങ്കിൽ വിട്ടുപോകും, പോയിന്റ്സ് വിട്ടുപോകും. സാറേ, ഒരു കാര്യം കൂടി. ഇപ്പോ ഇവിടെ ശത്രുദോഷം പറയുമ്പോൾ അവർ അടുത്തൊരു ചോദ്യം ചോദിക്കുമല്ലോ, എന്തുകൊണ്ടാണ് ഈ ശത്രുദോഷം വന്നതെന്നുള്ളത്. അപ്പൊ അത് നമ്മൾ എങ്ങനെ ചിന്തിക്കേണ്ടത്? അത് ഇയാളെ കയ്യിരിപ്പ്, അതാണ് പറഞ്ഞ കർമ്മദോഷം. ആ കർമ്മസ്ഥാനത്ത് ശനിയുടെയും ചൊവ്വയുടെയും ദൃഷ്ടി കിടക്കുന്നു. ഇയാളെ കയ്യിരിപ്പ് നല്ലതല്ല. നിങ്ങളെ അറിഞ്ഞോ അറിയാതെ എന്തെങ്കിലും വഴക്ക് പറയുകയോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്, അതിൽ നിന്നും ഉണ്ടായതെന്ന് പറയണം. അത് ഡൈല്യൂട്ട് ചെയ്തേ പറയാമോ, അല്ലാതെ നിങ്ങളെ കയ്യിരിപ്പെന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാലൊന്നും നമ്മളെ ഓട്ടിക്കും. അയാൾക്കൊന്നും അറിഞ്ഞുകൂടാന്ന് പറയും. നിങ്ങളുടെ വല്ല വഴക്കോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ കൂടിയിരിക്കും, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ടേംസ് തെറ്റി, അങ്ങനെ പറയണം. കർമ്മസ്ഥാനം കറക്റ്റ് അല്ല. കർമ്മസ്ഥാനത്ത് നോക്കണം. കർമാധിപൻ ബാധയായാൽ തന്നെ ദോഷമാണ്. അവിടെ ശനിയുടെയും ചൊവ്വയുടെയും ദൃഷ്ടിയും കൂടി കിടക്കുന്നത് കൊണ്ട് കടുത്ത ദോഷം തന്നെയാണ്. ഇതൊക്കെ നമ്മൾ എഴുതിയോ? അതാ ഇനി പറയണോ? എഴുതിയില്ല. എഴുതണം. ആരൂഢത്തിൽ നിന്ന് എന്ന് എഴുതണം. ആരൂഢം മകരം. ആരൂഢം മകരം. ആരൂഢം മകരം. 7 മാങ്ങി, അതും പ്രേതകോപം തന്നെ. ഈ മാന്യരാശീശൻ 5 നിൽക്കുന്നത് സന്താനത്തെ സൂചിപ്പിക്കുന്നു. മാന്യരാശീശൻ 5 നിൽക്കുന്നത് സന്താനത്തിന്റെ വിയോഗത്തെ സൂചിപ്പിക്കുന്നു, അല്ലെങ്കിൽ സന്താന പ്രേതത്തെ സൂചിപ്പിക്കുന്നു.
പ്രേതത്തെ സൂചിപ്പിക്കുന്നു. നാലിൽ നിൽക്കുന്ന ശുക്രൻ വർഗോത്തമമാണ്. നാലിൽ നിൽക്കുന്ന ശുക്രൻ വർഗോത്തമമാണ്. അത് യക്ഷി വ്യാഴത്തിന്റെ ദൃഷ്ടിയുമുണ്ട്. ശുക്രന് വ്യാഴത്തിന്റെ ദൃഷ്ടിയുമുണ്ട്. ശുക്രന് വ്യാഴത്തിന്റെ ദൃഷ്ടിയുമുണ്ട്. ശുക്രന് വ്യാഴത്തിന്റെ ദൃഷ്ടിയുമുണ്ട്. സാത്വിക സ്വഭാവമുള്ള യക്ഷിയെ സൂചിപ്പിക്കുന്നു. സാത്വിക സ്വഭാവമുള്ള യക്ഷിയെ സൂചിപ്പിക്കുന്നു. സമയത്ത് ശുക്രന്റെ ബാധാബന്ധം ബ്രാഹ്മണശാപത്തെ സൂചിപ്പിക്കുന്നു. ശുക്രന്റെ ബാധാബന്ധം സമയപ്രകാരം ശുക്രന്റെ ബാധാബന്ധം ബ്രാഹ്മണശാപത്തെ സൂചിപ്പിക്കുന്നു. ശുക്രന്റെ പത്തിൽ അതിന്റെ ബന്ധുവായ ശനി സ്വക്ഷേത്ര ബലവാനായി നിൽക്കുന്നത്. ശുക്രനും ശനിയും തമ്മിൽ കാരകത്വം പങ്കിടുന്നതാണ്. ശുക്രനും ശനിയും തമ്മിൽ കാരകത്വം പങ്കിടുന്നതാണ്. ശനിയെ കൊണ്ട് കിരാത ശിവഭാവങ്ങളെ പറയാം. ശനിയെ കൊണ്ട് കിരാത ശിവഭാവങ്ങളെ പറയാം. കിരാത ശിവ പാവം. മാടൻ തമ്പുരാനാണ് അത് സൂചിപ്പിക്കുന്നത്. മാടൻ തമ്പുരാനാണ് അത് സൂചിപ്പിക്കുന്നത്. ബ്രാക്കറ്റില് തിരുവനന്തപുരം ഭാഗത്തുള്ള ആചാരം. ഇങ്ങോട്ട് വരുമ്പോൾ ശിവഭാവ നിർമ്മ മുത്തപ്പനൊക്കെ ആയിക്കൊള്ളാം. അത് അവിടെ സൗകര്യം പോലെ പറയണം. ഇനി വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? കണ്ടുപിടിച്ചിട്ടുള്ളത് എന്തെങ്കിലും പറയാനുണ്ടോ? സാളഗ്രാമം പറഞ്ഞല്ല അല്ലേ? സാളഗ്രാമം എഴുതിയില്ല. ലഗ്നത്തിൽ നിന്ന് 4-ാം ഭാവപതി ബുധനാണ്. ലഗ്നത്തിൽ നിന്ന് 4-ാം ഭാവപതി ബുധനാണ്. അത് 9-ൽ നിൽക്കുന്നത് സാളഗ്രാമത്തിന്റെ സാന്നിധ്യമാണ്. ഇനി നമുക്ക് ഉടനെ തീർക്കണം. ഇരിക്കാനും ബുദ്ധിമുട്ടാണ്. പരിഹാരം എന്തൊക്കെ പറയാം? എന്തിനൊക്കെയാണ് പരിഹാരം നിശ്ചയിക്കേണ്ടത്?
പരിഹാരം ഇനി കിടന്ന് വിശദീകരിച്ചിട്ടുണ്ടല്ലോ, അറിയാമല്ലോ, പരിഹാരം എഴുതാൻ അറിയാമല്ലോ. ആദ്യം ഒരു സാറേ ഉം. സാറേ ഇത് അസുഖ പ്രശ്നമാണല്ലോ സാറേ. അപ്പൊ നമ്മൾ എന്താ അസുഖമാണെന്ന് പറയേണ്ടി വരൂലേ? അതാണ് ആദ്യം പറഞ്ഞത്, അസുഖം മാറിക്കിട്ടും എന്നും. അസുഖം അത് പറയാം. ഒന്ന് ആഭിചാര ദോഷമാണ് ഒന്ന്. ഇനി ഒരു കാര്യം കൂടെ പറയാൻ വിട്ടുപോയി. ആഭിചാര പ്രശ്നം മാത്രമല്ല, ഈ ശുക്രൻ അഞ്ചല്ലേ, 5-ാം ഭാവതിയല്ലേ ലഗ്നത്തിന്. അതെ സർ. ലഗ്നത്തിന് 5 ശുക്രൻ, അതെ അതെ അതെ. സർ. 8 ശനി 8 തന്നെ. അതെ അതെ സർ. 8 കൂടി പരസ്പരം ബന്ധപ്പെട്ട എന്ത് പറയാം, മാനസിക പ്രശ്നം എന്ന് പറയാം. കാരണം മനസ്സിനെ ശരിക്കും ബാധിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞുതരാം. ആള് നല്ല തടിയും തൂക്കമുള്ള ടൈപ്പാണ്, നല്ല ഒത്ത തടിയാണ്. ഭാര്യയും മകളൊക്കെ തൂക്കി പറക്കിട്ട് ആടിയും ബഹളവും ഭയങ്കരമായ കയ്യൊപ്പും ഒക്കെ ആയിരുന്നു. മാനസിക നിലയൊക്കെ തെറ്റിയതാണ്. കാരണം അനിയനും മരിച്ചു, മകനും മരിച്ചു, അതിൻ്റെ ദുഃഖമാണ്, നിസ്സാരമല്ല. 5, 8 ബന്ധപ്പെട്ടാൽ മാനസിക പ്രശ്നമാണ്. ഇപ്പൊ ലഗ്നത്തിന് നോക്കുമ്പോൾ 5 ശുക്രൻ 8 ശനി, അവർ തമ്മിൽ കാരകത്വം പങ്കിടുന്നു. വളരെ ടൈറ്റാണ് ഇത് കണ്ടുപിടിക്കാൻ, വളരെ ടൈറ്റാണ് 5ഉം 8ഉം തമ്മിൽ ബന്ധപ്പെടുന്നത്. ഇനി നമ്മൾ സമയത്തിൽ 5 ചൊവ്വ, അതിന് 8 ദൃഷ്ടിയുണ്ട്, നോക്കണം. സമയത്തിൽ 5 ചൊവ്വയല്ലേ, ഉണ്ട് സാർ, ദൃഷ്ടിയുണ്ട്. അത് 8 ദൃഷ്ടിയുണ്ട്. അവിടെയും ശുക്രനും ചൊവ്വയായിട്ട് പരസ്പരം കാരകത്വം പങ്കിടുന്നു എന്ന് ചോദിച്ചാൽ അല്പപ്രയാസമാണ്, ബന്ധുക്കളല്ല. ശുക്രന്റെ 10-ലല്ലേ ചൊവ്വ വരുന്നത്, നോക്കണം. എന്ത് കറക്റ്റാ വരണം നോക്കണം. ശുക്രന്റെ 10-ലല്ലേ ചൊവ്വ വരുന്നത്, പക്ഷെ അവർ ബന്ധുക്കളല്ല. സമയത്തിൽ നോക്കണം. ആദ്യം 2-ാമത്തെ ഗ്രഹനിലയിൽ ശുക്രന്റെ 10-ൽ തന്നെ ചൊവ്വ വരുന്നത്. തന്നെ സാർ. ചൊവ്വയ്ക്ക് 8 ദൃഷ്ടി കിടക്കുന്നു. ശുക്രൻ 5-ാം ഭാവപതി, ചൊവ്വയ്ക്ക് 8 ദൃഷ്ടിയും കിടക്കുന്നു. അപ്പോൾ മാനസിക പ്രശ്നമുണ്ട്, മനസ്സിനെ വഴക്കുന്ന പ്രശ്നം ശക്തമായിട്ടുണ്ട്. അതും കൂടി എഴുതിക്കൊള്ളണം. 1 ആഭിചാര ദോഷം, 2 പ്രേതകോപങ്ങള് ശക്തം, ബ്രഹ്മരക്ഷസ അല്ലെങ്കിൽ ബ്രാഹ്മണ ശാപം ശക്തം. പിന്നെ അത് കഴിഞ്ഞിട്ട് മാനസിക പ്രശ്നമാണ് കടുപ്പം. ഇത്രയും തീർത്തു കഴിഞ്ഞാൽ സംഭവം തീർന്നു പോകും. 5ഉം 8ഉം പരസ്പരം ബന്ധപ്പെടുന്നത് മാനസിക രോഗമാണ്. അങ്ങനെ 5ഉം 8ഉം പരസ്പരം ബന്ധപ്പെടുന്നത് മാനസിക രോഗമാണ്. ലഗ്നത്തിൽ നിന്ന് 5 ശുക്രൻ 8 ശനി, അവർ കാരകത്വം പങ്കിടുന്നു. ലഗ്നത്തിൽ നിന്ന് 5 ശുക്രൻ 8 ശനി, അവർ കാരകന്മാരായി പ്രവർത്തിക്കുന്നു. അത് മാനസിക പ്രശ്നമാണ്. സമയത്തിലും 5-ാം ഭാവപതിക്ക് 8 ദൃഷ്ടിയുണ്ട്. സമയത്തിലും 5-ാം ഭാവപതിക്ക് 8 ദൃഷ്ടിയുണ്ട്. കൺക്ലൂഷൻ എഴുതിക്കൊള്ളണം. കൺക്ലൂഷൻ: കന്നിച്ചാവ്, ജലമൃതി, സ്ത്രീ ജലമൃതി പ്രേതം, സഹോദരൻ, മകൻ എന്നിവരുടെ ആത്മാക്കൾ,
മറ്റ് ജ്ഞാത അജ്ഞാത പ്രേതങ്ങൾക്ക് ഗതി കൊടുക്കണം, മുക്തി കൊടുക്കണം. മറ്റ് ജ്ഞാത അജ്ഞാത പ്രേതങ്ങൾക്ക് മുക്തി കൊടുക്കണം. രണ്ട്, അടുത്ത ആഭിചാര ദോഷത്തെ മാറ്റണം. 3, ബ്രാഹ്മണ ശാപത്തിന് പരിഹാരം കാണണം. 'മാടൻ തമ്പുരാൻ യക്ഷി സാളഗ്രാമത്തിലെ വിഷ്ണു ചൈതന്യം, മാടൻ തമ്പുരാൻ യക്ഷി സാളഗ്രാമത്തിലെ വിഷ്ണു ചൈതന്യം എന്നിവയെ ആവാഹിച്ച് സമാന ചൈതന്യത്തിൽ നിലനിർത്തണം, സമാന ചൈതന്യത്തിൽ ലയിപ്പിക്കണം. അത് മനസ്സിലായോ? മാടൻ തമ്പുരാൻ വിഷ്ണു സാളഗ്രാമത്തിലെ വിഷ്ണു ചൈതന്യം എന്നിവയെ ആവാഹിച്ച് സമാന ചൈതന്യത്തിൽ ലയിപ്പിക്കണം എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഇനി പൂജിക്കാൻ താല്പര്യമില്ല. ക്ഷേത്രമൊക്കെ ഇപ്പോൾ ഒരുമാതിരി അലങ്കോലപ്പെട്ട് കിടക്കുകയാണ്. അവിടെ ഒന്നുമില്ല. അതൊക്കെയാണ് തകരാറ്. പരദേവതയൊക്കെ ധിക്കരിച്ചു പുറക്കി വലിച്ചെറിഞ്ഞാലുള്ള സ്ഥിതി അറിയാമല്ലോ, നമുക്കേ അറിയാവോ. അത് ഒരു വിടുവോ കൊണ്ടുവച്ചിട്ട് നമ്മളൊരു അമ്മൂമ്മയോ അപ്പൂപ്പനോ വീട്ടിൽ വിട്ടിട്ട് അവർക്ക് ആഹാരം കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ ആ ശാപം എങ്ങനെ ഇരിക്കും? മരുന്നും ആഹാരവും സമയത്തിന് കൊടുത്തില്ലെങ്കിൽ അതുപോലെയാണ്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഇതിനെ യഥാവിധി ആവാഹിച്ച് സമാന ചൈതന്യത്തിൽ എന്ന് പറഞ്ഞാൽ പിന്നെ യക്ഷി ക്ഷേത്രത്തിലും മാടന്റെ ക്ഷേത്രത്തിലും മറ്റതിനെ വിഷ്ണു ചൈതന്യത്തിലും ലയിപ്പിക്കണം. അത് പൂജ ചെയ്യുമ്പോഴും ഒഴിവ് നോക്കിയാണ് ചെയ്യേണ്ടത്. എവിടെ ലയിക്കും എന്ന് കണക്കാക്കി നല്ല ജോലിയുണ്ട്. അത് നമ്മൾ ചാർട്ട് എഴുതി കൊടുക്കണം. ഇനി ചാർത്താണ് ഏറ്റവും പ്രധാനം. ചാർട്ട് എഴുതാമോ? ഇത് ഒറ്റരാശി പ്രശ്നത്തിൽ ഇങ്ങനെ ഇത് ഒഴിവാക്കാൻ പറ്റുമോ എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ സാറേ? ഇപ്പൊ യക്ഷിയെയും മാടനെയൊക്കെ നമ്മൾ ഒറ്റരാശി പ്രശ്നം വെച്ചിട്ട് നമ്മൾ അതങ്ങ് ഒഴിവാക്കുക എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ ഒരു ചോദ്യമാണ്. ഒറ്റരാശി പ്രശ്നം എന്ന് പറഞ്ഞാൽ അഷ്ടമംഗല പ്രശ്നം വെച്ചാലേ ഇതെല്ലാം കിട്ടുള്ളൂ എന്നുള്ളതാണ് നമ്മുടെ നിഗമനം. പക്ഷേ ഈ രണ്ട് നമ്മൾ എക്സ്പെർട്ടായിരുന്നു കഴിഞ്ഞാൽ കറക്റ്റായി കണ്ടുപിടിക്കാം. ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ നമ്മുടെ ഒരു അഷ്ടമംഗല പ്രശ്നം വെച്ചാൽ അഷ്ടമംഗല സംഖ്യ വെച്ച് ഒരു ഫലം കുറച്ച് വരും, നിലവിളക്കിൻ്റെ വെച്ചിട്ട് കുറച്ച് വരും, പിന്നെ രാശി ചക്രം വെച്ചിട്ട് കുറച്ച് വരും, നിമിത്തങ്ങൾ കുറേ വരും, ത്രിസ്ഫുടം ചതുഷ്ഫുടം വെച്ചിട്ട് കുറേ വരും, പിന്നെ പഞ്ചമകാസൂത്രങ്ങൾ വെച്ചിട്ട് കുറച്ച് വരും. ഇങ്ങനെയൊക്കെ വെച്ച് ഒരു 2 ദിവസമൊക്കെ വെച്ചിട്ട് വയ്ക്കാം. പക്ഷേ അതിനേക്കാളും ഇതിപ്പോൾ എന്ത് പറഞ്ഞിരുന്നാലും പറഞ്ഞു കൊടുത്തു, അവർക്ക് സുഖവും കിട്ടി, വളരെ ഹാപ്പി. പക്ഷെ നമ്മൾ ഇതിനാണ് പറയുന്നത്, ഇതിന് നമ്മൾ ദക്ഷിണയൊക്കെ വാങ്ങാൻ പോയാൽ മിനിമം 5 രൂപയെങ്കിലും ദക്ഷിണ വാങ്ങണം. 5 രൂപ പറഞ്ഞൊന്നും ദക്ഷിണ വാങ്ങാൻ പാടില്ലാത്തതാണ്. വേണ്ടത്തക്ക ആൾ. കാരണം ഈ വൃശ്ചാസമയ വിവരം വെച്ചിട്ട് നന്നാ പഠിച്ചിട്ടാണ് ചാർത്തൊക്കെ എഴുതി കൊടുത്തത്. രണ്ടാമതാണ് എഴുതി കൊടുത്തത്. എല്ലാം പറഞ്ഞതിന് ശേഷം ആലോചിച്ച് ചാർത്തൊക്കെ എഴുതി കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ജോലിയാണ്. 2 മണിക്കൂറിൽ കൂടുതൽ പിടിച്ചു പ്രശ്നത്തിന്. 2-2.5 മണിക്കൂറിൽ കൂടുതൽ പിടിച്ചു. ഉച്ചയ്ക്ക് 2:45 വൈകുന്നേരം 5 മണിയൊക്കെ ആയി. 5-5:30 കഴിഞ്ഞപ്പോഴാണ് തീർന്നത്. ചോദിച്ചതൊരു ചോദ്യമാണ്. പക്ഷെ സാധാരണയായിട്ട് ആൾക്കാർ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. അത് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഫലം തരുന്നത് ഗ്രഹങ്ങൾ മാത്രമാണ്. അതാണ് മെയിൻ പോയിന്റ്. ബാക്കിയുള്ളതൊക്കെ നമ്മുടെ ബിസിനസ്സാണ്. ഒരു ദിവസം കൊണ്ട് പ്രശ്നം തീർക്കാനേ ഉള്ളൂ. നമ്മൾ 2 ദിവസവും 3 ദിവസവും അടിക്കുന്നത് ബിസിനസ്സാണ്. ഒരിക്കൽ പറഞ്ഞതിനെ തന്നെ വീണ്ടും പറഞ്ഞു. ഇത് ഈ യക്ഷി മാടനൊക്കെ പറയാൻ നമ്മള് അത് പോകാൻ താല്പര്യമില്ലാത്തതാണെങ്കിൽ നമ്മളിങ്ങനെ വെറുതെ അവർക്ക് പറഞ്ഞു കൊടുക്കുക, നിങ്ങളെ അവരെ ഒഴിവാക്കാൻ. അത് ഒഴിവ് നോക്കണം. അതാണ് ചോദിച്ചത്.
ഒഴിവ് അങ്ങനെ നോക്കണം. അങ്ങനെ ഒഴിവ് നോക്കിയായിരുന്നോ സാർ? അതറിയാനേ. പിന്നെ ഒഴിവ് നോക്കാതെ ഒന്നും ചെയ്യരുത്. അയ്യോ അതാ ചോദിച്ചു. നമ്മളാരുമല്ല. പോകുമോ എന്ന് നോക്കിയിട്ട് ആ സമയത്തും പൂജ നടക്കുന്ന സമയത്തും ഏത് ക്ഷേത്രത്തിൽ പോകും എന്ന് അവരോട് ചോദിക്കണം. ആ ക്ഷേത്രത്തിന് പരദേവതയായിട്ട് അവർ കാണേണ്ടി വരും. ചുമ്മാ വെറുതെ ഒട്ടിക്കാനൊന്നും പറ്റില്ല. ഇപ്പൊ വീട്ടിനടുത്ത് ഒരു ക്ഷേത്രം ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ കൊണ്ട് പോകാമോ എന്ന് അവരോട് വിളിച്ച് പ്രാർത്ഥിക്കണം. അവരുടെ പ്രാർത്ഥന. നമ്മൾ അവിടെ ഒന്നുമല്ല. ഒരു മരുന്നെടുത്ത് ഇഞ്ചക്ഷൻ കൊടുക്കുന്നു അത്രയാണ്. മരുന്നൊക്കെ മെഡിക്കൽ സ്റ്റോറിൽ വാങ്ങുന്നത്. നമ്മൾ ഇഞ്ചക്ട് ചെയ്യുന്നു അത്രയേ ഉള്ളൂ. ആ ക്ഷേത്രക്കാർ സമ്മതിക്കുമോ സാർ? ആ ക്ഷേത്രക്കാര് ഇതറിഞ്ഞാൽ? അതൊക്കെ ചോദ്യങ്ങളാണ്. മിണ്ടാതെ കൊണ്ട് കാണിക്കപ്പെട്ടിട്ട് ഇവിടെ ഇട്ടിട്ട് വേണം. കാരണം ഇവിടെ നമ്മൾ ആവാഹിച്ച് കൊടുക്കുന്നത് പ്രേതാത്മാക്കളെന്നും ആവാഹിച്ച് കൊടുക്കുന്നത് ചാർട്ട് എഴുതുമ്പോൾ മനസ്സിലാവും. പ്രേതാത്മാക്കളെന്നും ആവാഹിച്ച് എടുക്കാൻ പാടില്ല. ദേവന്റെ ആവാഹിച്ചിട്ട് കാണിക്കപ്പെട്ടിട്ട് കൊണ്ടിട്ടിട്ട് മിണ്ടാതെ വരണം. കാരണം ആവാഹിച്ച് അതാണ് സമാന ചൈതന്യത്തിൽ ലയിപ്പിക്കണമെന്ന് പറഞ്ഞത്. ഇതുപോലെ യക്ഷി ക്ഷേത്രം എവിടെ ഉണ്ട്? യക്ഷിയും മാടനും കൂടി ഒരു ക്ഷേത്രത്തിലുണ്ടെങ്കിൽ എളുപ്പമായി. ഉണ്ടെന്ന് ഒഴിവ് നോക്കണം. അവിടെ പോകുമോ എന്ന് ഒഴിവ് നോക്കണം. ഒഴിവ് നോക്കി അത് നമ്മൾ സങ്കല്പിച്ചിട്ട് ഒഴിവ് നോക്കണം. ഒഴിവ് നോക്കി കിട്ടുമെങ്കിൽ അവിടെ കൊടുക്കുക. കൊടുത്തിട്ട് അത് അവരോട് പ്രാർത്ഥിക്കാൻ പറയണം. നമുക്ക് ഇവിടെ ഇനി അതുപോലെ അതിന്റെ സെന്റൻസ് ഇങ്ങനെയൊക്കെയാണ്. നമുക്ക് ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല. കാരണം പട്ടിണിക്കിട ഭഗവാൻ ഇത്രയും കാലം പട്ടിണിക്കിട്ടത് നമ്മുടെ അറിവില്ലായ്മയാണ്. നമുക്ക് കഴിവില്ലാതെ അറിവില്ലായ്മയാണ്. അതുകൊണ്ട് ഇനി ദിവസം ഒന്ന് തിരി കത്തിക്കാനും നിവേദ്യം തരാനും ഉത്സവം നടത്താനുമുള്ള സാഹചര്യമൊന്നും നമുക്കില്ല. അതുകൊണ്ട് ഇന്നിടത്ത് പോകണം. അതിനെ നമ്മൾ വർഷത്തേക്ക് ഒരു പ്രാവശ്യമെങ്കിലും വന്ന് പരദേവതയായിട്ട് ആചരിച്ചു കൊള്ളാം എന്ന് ദൃഢപ്രതിജ്ഞ എടുക്കണം കുടുംബാംഗങ്ങൾ, അമ്മൂമ്മയും അപ്പൂപ്പനും എല്ലാവരും. എന്നിട്ടേ ഒഴിവ് നോക്കാവില്ല. നമ്മളെ തൊടലിലൊന്നും കയറരുത്. അങ്ങനെ അവർ പറഞ്ഞ് മനസ്സിലാക്കി വേണം. അവരെ പരദേവതയായിട്ട് കാണണം. വർഷത്തേക്ക് ഒരിക്കലെങ്കിലും അവിടെ ചെന്ന് പോകണം. ഒരു പൊങ്കാല ഇടുകയോ പിന്നെ അല്ലെങ്കിൽ എന്തെങ്കിലും നിവേദ്യത്തിന് കൊടുക്കുകയോ ഉത്സവത്തിൽ പങ്കെടുക്കുകയോ അതിലേക്കുള്ള ദ്രവ്യങ്ങൾ കൊടുക്കുകയോ എല്ലാം ചെയ്യാം. അങ്ങനെ ചെയ്യണം. പക്ഷെ ആ ക്ഷേത്രത്തിൽ പ്രശ്നം വയ്ക്കുമ്പോൾ ഇത് അറിയാൻ പറ്റില്ല സാർ, എല്ലാം വന്നിട്ടുണ്ടെന്നുള്ളത്. ആ ക്ഷേത്രത്തിൽ പ്രശ്നങ്ങൾ എന്തെങ്കിലും യോജിച്ചില്ലെങ്കിൽ അവിടെ പ്രശ്നമാകത്തില്ലേ ആ ക്ഷേത്രത്തിൽ? അങ്ങനെയില്ല. നമ്മൾ വേറെ ഒന്നും കൊടുക്കുന്നില്ല. വേറെ ആവശ്യമില്ലാത്ത ആത്മാക്കളൊന്നും കൊണ്ടു കൊടുക്കരുത്. ചില ആൾക്കാർ ആത്മാക്കളൊക്കെ ആവാഹിച്ച ക്ഷേത്രത്തിൽ കൊണ്ടു കൊടുക്കും. ആത്മാക്കളൊക്കെ ജലനിമഞ്ജനം ചെയ്യണം. ചാർത്ത് എഴുതുമ്പോൾ പറഞ്ഞുതരാം. എന്തായാലും ചാർത്ത് ഭംഗിയായിട്ട് പറഞ്ഞുതരാം. ആത്മാക്കളൊന്നും കൊടുക്കരുത്. ആത്മാക്കളൊന്നും അത് നമ്മൾ ഈ കാലഘട്ടത്തിൽ വരുന്ന ഒരു പ്രത്യേകതയാണ്. എല്ലാം ക്ഷേത്രത്തിൽ കൊണ്ടു കൊടുക്കുക. ക്ഷേത്രത്തിൽ എന്തോന്ന് പ്രേതങ്ങളെ വെച്ച് പൂജിക്കുന്ന ക്ഷേത്രത്തില്ല. അവിടെ ദേവാലയമാണ്. ദേവനെ വെച്ച് പൂജിക്കാൻ മാത്രമേ പാടുള്ളൂ. പ്രേതാരാധന എന്ന ക്ഷേത്രത്തിൽ പാടില്ല. അതായത് അതിന്റെ സെന്റൻസ് ഇങ്ങനെ: തില അന്ന പായസ നാളി. അതായത് പ്രേതാത്മാക്കളെ പേരുകൾ എടുത്ത് പറഞ്ഞ് അവരെ വെള്ളിപ്രതിമയിൽ ആവാഹിച്ച്, സ്ത്രീ പുരുഷ പ്രേതത്തിൽ വെള്ളിപ്രതിമയിൽ ആവാഹിച്ച് തിലം, അന്നം, പായസം, നാളികേരം, ഗുളം എന്നിവ നൽകി സംപ്രീതരാക്കിയ ശേഷം പഞ്ചഗവ്യം, ഹോമസംവാദം, സാളഗ്രാമ തീർത്ഥങ്ങളാൽ ശുദ്ധി വരുത്തി വിഷ്ണു സഹസ്രനാമം ജപിക്കുക. പ്രത്യേകം തയ്യാറാക്കിയ സോർസന വെള്ളത്തിൽ മഹാവിഷ്ണുവെ ആവാഹിച്ച് ഒഴിവ് നോക്കിയ ശേഷം ദൈവത്തിന് ഒഴിവ് നോക്കിയ ശേഷം പ്രതിമകൾ ജലനിമഞ്ജനം ചെയ്യണം. അതായത് വിഷ്ണു സഹസ്രനാമം ജപിച്ച് മഹാവിഷ്ണുവിനെ ആവാഹിച്ച് സുദർശന പത്മത്തിൽ ആവാഹിച്ച് അവിടെ വിളിച്ച് വരുത്തി മഹാവിഷ്ണുവിൽ ലയിപ്പിക്കും. ലയിപ്പിച്ചതിന് ശേഷം പൂജാരിമാരുണ്ടാവും, മനസ്സിലാവും പറഞ്ഞ. ലയിപ്പിച്ചതിന് ശേഷം വിഷ്ണുവിൽ ലയിച്ചു കഴിഞ്ഞതിന് ശേഷം ആ പ്രതിമയെ പിന്നെ ക്ഷേത്രത്തിൽ കൊടുക്കേണ്ട ആവശ്യമില്ല. ജലനിമഞ്ജനം ചെയ്താൽ മതി. തിലം, അന്നം, പായസം, നാളികേരം, ഗുളം എന്നിവ നൽകി സംപ്രീതരാക്കിയ ശേഷം പുണ്യാഹം, പഞ്ചഗവ്യം, ഹോമസംവാദം, സാളഗ്രാമ തീർത്ഥങ്ങളാൽ ശുദ്ധി വരുത്തി വിഷ്ണു സഹസ്രനാമം ജപിക്കുക. പ്രത്യേകം തയ്യാറാക്കിയ സൂക്ഷ്മത്തിൽ അവയെ ആവാഹിച്ച് ദൈവജ്ഞൻ ഒഴിവ് നോക്കിയ ശേഷം പ്രതിമകളെ ജലനിമഞ്ജനം ചെയ്യണം. എന്നിട്ട് പ്രതിമകളെ വിഷ്ണുവിനെ ഉദ്വസിപ്പിച്ച് പ്രതിമകൾ ജലനിമഞ്ജനം. വിഷ്ണുവിനെ ഉദ്വാസനം നടത്തി വിടണം. പിന്നെ അവിടെ വച്ചേക്കാൻ പാടില്ല. അങ്ങനെ വരുമ്പോൾ പിന്നെ ക്ഷേത്ര തിരുവല്ലത്തിലോ തിരുനെല്ലിയിലോ ഒന്നും കൊണ്ടു കൊടുക്കേണ്ട ഒരു ആവശ്യവുമില്ല. അവിടെ കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ കാണിക്കപ്പെട്ടിട്ടില്ലേ വരുന്നത്? അകത്താരെങ്കിലും എടുക്കുമോ? അകത്താരെങ്കിലും എടുക്കുമോ? ഇല്ല. നമ്മൾ അത് പക്ഷെ നമ്മൾ എഴുതി കൊടുക്കണം. എഴുതി കൊടുക്കുമ്പോൾ പറഞ്ഞ സെന്റൻസുകൾ ഭംഗിയായിട്ട് അതിനകത്ത് വരണം.
നമ്മളെ ജോലി നമ്മൾ ചെയ്യുക. ആളെ ആക്ഷേപിക്കുന്നവരെ ആക്ഷേപിച്ചോട്ടെ, അത് വേറെ വിഷയം. ഇപ്പോൾ വലിയൊരു എഴുത്തുകാരൻ വന്നിട്ടുണ്ട് എന്നൊക്കെ ചിലപ്പോൾ പറയുന്നവർ കാണും. പക്ഷെ നമ്മൾ വിവരമുള്ളവൻ അത് മനസ്സിലാവും. അങ്ങനെ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ഒരു ശല്യവുമില്ല, വളരെ കൃത്യമായിരിക്കും. പിന്നെ ശത്രുബാധകളെ അത് ശൈവ വൈഷ്ണവ ശാക്തേയത്തിൽ വേണമെങ്കിൽ അങ്ങനെ വയ്ക്കാം, അല്ലെങ്കിൽ ഭദ്രകാളി പൂജ ചെയ്ത് ഉച്ചാടനം ചെയ്താലും മതി. പിന്നെ ബ്രാഹ്മണ ശാപത്തിന് അതിനുശേഷം വരുന്നത് മൃത്യുഞ്ജയം 1008 ഗുരുവും മൃത്യുഞ്ജയം സപ്തദ്രവ്യത്തിൽ സുദർശനം അതെല്ലാം കൂടി ചേർത്ത് ഇന്നിനിപ്പോൾ എനിക്ക് നല്ലൊരു സുഖക്കേടാണ്, നല്ലൊരു എഴുതി കഴിഞ്ഞാൽ ഒരു അരമണിക്കൂറിൽ കൂടുതൽ പോകും, അരമണിക്കൂർ 3/4 മണിക്കൂർ പോകും. അടുത്ത ക്ലാസ്സിൽ പറഞ്ഞത് അതാണ് ഞാൻ ഹൈലൈറ്റ് ആയിട്ട് പറഞ്ഞത്. ഹൈലൈറ്റ് പറഞ്ഞിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഭംഗിയായിട്ട് പറഞ്ഞുതരാം. അതുപോലെ മതി സാർ. മതി സാർ, മതി. BP അല്പം ലോ ആയിപ്പോയി, അതാണ് കുഴപ്പം. അതല്ല സാർ, ഇപ്പോഴത്തെ പനി സൂക്ഷിക്കണം. ഇപ്പോഴത്തെ പനി ഉണ്ടെങ്കിലും നല്ല കെയർ ചെയ്യണം സാർ. പനി ശേലം പനി അടിക്കണം. പനി അടിച്ചപ്പോൾ നാളെ രാവിലെ ആശുപത്രിയിൽ പോകണം. ഇപ്പൊ പല വെറൈറ്റിയിലുള്ള പനി ട്രിവാൻഡ്രത്തൊക്കെ H1N1 സ്പ്രെഡ് ആണ്. H1N1 ഉണ്ട്. അപ്പം സാറായിട്ട് പ്രിവെൻഷൻ ഒന്നും എടുത്ത് കാണില്ല കാശ്. അതുകൊണ്ട് സൂക്ഷിക്കണം. ഇപ്പോഴത്തെ പനിയാണെങ്കിൽ ഡോക്ടറെ കണ്ട ആന്റിബയോട്ടിക്സ് ഒക്കെ കഴിക്കണം, കോംപ്ലിക്കേഷൻ അവോയ്ഡ് ചെയ്യാൻ. ശരീരസുഖമില്ലേ നിർത്താം സാറേ, പ്രശ്നം നിർത്താം. ക്ലാസ് നമ്മൾ എന്നും മുടക്കി കഴിഞ്ഞാൽ പിന്നെ അതൊരു ബുദ്ധിമുട്ട്. നിങ്ങൾ പ്രിപ്പയർ ആയി വരുന്നതാണ്. പലരും പല ജോലികളൊക്കെ ഇട്ടിട്ട് ക്ലാസ് എന്ന് പറഞ്ഞാൽ വരുന്നതാണ്. അപ്പോൾ നമ്മൾ എടുത്തില്ലെങ്കിൽ പിന്നെ അതൊരു മോശം. അതാണ് എടുത്തത്. അപ്പോൾ ഈ ചാർട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഭംഗിയായിട്ട് എഴുതാം. അത് നീറ്റായിട്ട് എഴുതരാം എങ്ങനെയാണെന്ന്. ഈ പ്രശ്നം വയ്ക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചോദിച്ച ഒരു ചോദ്യമാണ്. ഈ ഒറ്റ പ്രശ്നമൊക്കെ വയ്ക്കുമ്പോൾ ഇങ്ങനെയൊക്കെ എഴുതാൻ പറ്റുമോ എന്നൊരു ചോദ്യമാണ്. പക്ഷെ അത്രയും റിസ്ക് എടുത്താണ് ഇത് ചെയ്യുന്നത്. പക്ഷേ ഇതിനൊക്കെയാണ് ആൾക്കാർ ബിസിനസ് ആയിട്ടൊക്കെ ഉപയോഗിക്കുന്നത്. ബിസിനസ് എന്ന് പറയാൻ പറ്റില്ല. ഒരു ക്ഷേത്രത്തില് ഈ നമ്മുടെ അഷ്ടമംഗല പ്രശ്നം അല്ലാതെ വേറെ നോർമൽ പ്രശ്നം വയ്ക്കാൻ പറ്റുമോ ഈ കുടുംബ ദേവതകളൊക്കെ നോക്കാനായിട്ട്? അഷ്ടമംഗലം അല്ലാതെ വേണമെങ്കിലും വയ്ക്കാം. അതും അഷ്ടമംഗലം അല്ലാതെ ഞാൻ വച്ചിട്ടുണ്ടല്ലോ. പക്ഷെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്. അതെങ്ങനെയാ സാറേ? സാറിന്റെ ഒരാൾ ചോദിച്ചതാണ്, സാറിന്റെ ഫീസ് എങ്ങനെയാണ് സാറേ? ഇവിടെ സ്ഥലം ഇവിടെ ശാസ്താമംഗലത്ത്. ഫീസ് അഷ്ടമംഗലം വച്ചാൽ ക്ഷേത്രമാണെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ട് ഒരു കാര്യം അറിയണമെങ്കിൽ അഷ്ടമംഗലം ഇല്ലെങ്കിലും കുഴപ്പമില്ല. അതല്ല എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് അറിയണമെങ്കിൽ അഷ്ടമംഗലം വേണം. ഒരു അഷ്ടമംഗലത്തിന് എത്ര രൂപയാവും സാർ ഉദ്ദേശം? ഞാനങ്ങനെ ചോദിച്ചു വാങ്ങിക്കാറില്ല, എന്നാലും 10 രൂപ തരും. ഓക്കെ സാർ. ശരി, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ എൻ്റെ ചാർട്ട് ഭംഗിയായിട്ട് എഴുതാം. എല്ലാവരും എത്തണം. ഓക്കെ സാർ. ഓക്കെ സാർ, താങ്ക് യു സാർ. താങ്ക് യു. താങ്ക് യു സാർ.